ഓക്കെ, മറിയം ഡോക്ടറെ വെൽക്കം. നന്ദി സുരേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1396 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറാണ്. സാറ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആർത്രൈറ്റിസ് സന്ധിവാതം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്നെടുക്കുന്നത്. സാർ ഹോമിയോപ്പതി വകുപ്പിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. പൊതുജന ബോധവൽക്കരണ ക്ലാസ്സുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നടത്തുന്ന ലീഡറാണ്. വിവിധ സംഘടനകളുടെ വേദികളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള പ്രമുഖനായ ഡോക്ടർ. 41 വർഷത്തെ ചികിത്സാ അനുഭവങ്ങളാണുള്ളത്. ഇന്ന് മധു ഡോക്ടറോടൊപ്പം ആർത്രൈറ്റിസ് സന്ധിവാതം 2ാം ഭാഗം ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, ക്ലാസ് തുടങ്ങാം. പ്രണാമം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം. നോട്ട് ചെയ്തിട്ട് സ്ലൈഡ്. ഓക്കെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്താണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ ബാക്കി ഭാഗമാണ് റൊമാറ്റിസത്തിന്റെ ചികിത്സയുടെ ഞങ്ങൾ ചെയ്യുന്ന ഒരു അപ്രോച്ച്. നമ്മളന്ന് അത് വൈഡായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന്, ആദ്യം തെർമൽ കണ്ടുപിടിക്കുക, അതുവഴി നമ്മൾ മയാസം കണ്ടുപിടിക്കുക. മയാസം കണ്ടുപിടിച്ചിട്ട് സിംറ്റംസ് നോക്കുക, സിംറ്റംസ് നോക്കി മൊഡാലിറ്റി കണ്ടുപിടിക്കുക. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് കൊബാൾട്ടം വരയാ. ശൈല ഡോക്ടർ പറഞ്ഞ് കൊബാൾട്ടം വര വിശദീകരിച്ച് പറഞ്ഞു തന്നിരുന്നു. ഇഷ്ടപ്പെട്ടു, പഠിച്ചെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ബാക്ക് പെയിൻ, കാലികാർബും റൂട്ടായും കൊബാൾട്ടോ ആണ് 3 മെഡിസിൻ. പ്രൊലോങ്ഡ് ആയിട്ട് സിറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ്. വളരെ ഡെപ്തിൽ ആക്ട് ചെയ്യുന്ന ഈ 3 മെഡിസിൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസ്കുലർ റിജിഡിറ്റി വരുമ്പോൾ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ വരും. ഇപ്പൊ പേഷ്യന്റ് നടന്നു വരുമ്പോൾ തന്നെ അവരുടെ നടപ്പ് കാണുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ ചരിഞ്ഞു നടക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഒക്കെ നടക്കുന്നത്, ലിംപിംഗ് ഗൈറ്റ് എന്താണ്, വാൾഡിംഗ് ഗൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ചേഞ്ചിങ് ഗൈറ്റ് എന്താണ്, വൈഡ് പാർട്ടായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്, പിന്നെ എഴുന്നേക്കാൻ വിഷമമുണ്ടോ, എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ വിഷമമുണ്ടോ, കണ്ടിന്യൂസ് നടന്ന റിലീഫാണോ, റെസ്റ്റ് എടുത്താൽ റിലീഫ് ഉണ്ടോ, രാത്രി റിലീഫ് ഉണ്ടോ, രാത്രി തന്നെ കാലനക്കിയ റിലീഫ് ഉണ്ടോ, കാലിന്റെ പുറത്ത് മുട്ടിയ റിലീഫ് ഉണ്ടോ, ടൈറ്റ് ബാൻഡേജ് കൊണ്ട് റിലീഫ് ഉണ്ടോ, അങ്ങനെ എല്ലാം തണുത്ത കോൾഡ് ഡാമ്പിൽ അഗ്രവേഷൻ ആണോ, ഡ്രൈ കോൾഡ് ആണോ, ഡ്രൈ വെറ്റ് വെതറിലാണോ, അല്ലെങ്കിൽ ക്ലിയർ ഫൈൻ വെതറിലാണോ അഗ്രവേഷൻ. ഇതൊക്കെ നമ്മൾ മൊഡാലിറ്റി കണ്ടുപിടിക്കുക.
ആ മൊഡാലിറ്റിയിൽ വഴി പേഷ്യന്റിന്റെ മയാസം കണ്ടുപിടിക്കാം. പേഷ്യന്റിന്റെ മയാസം കണ്ടുപിടിക്കുമ്പം നമുക്ക് അസുഖത്തിന്റെ മയാസം കിട്ടും. അപ്പൊ അസുഖമായിട്ട് യോജിക്കുന്ന ഒരു മയാസ്മാറ്റിക് മെഡിസിൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് മൂന്നും കൂടെ ഒരു കൂട്ടിയോജിപ്പിലാണ് നമ്മള് ചെയ്യുന്ന ഒരു ചികിത്സയുടെ ഒരു അസറ്റ് അതാണ്. അങ്ങനെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്യൂർ കിട്ടുന്നുണ്ട്. കൊവാൾട്ടം കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റഡി ചെയ്തു വരണം. കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ട്, എഴുതിയെടുത്തിട്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ റേഡിയം ബ്രോമൈഡ്. ഇപ്പൊ റേഡിയം ബ്രോമൈഡിനെ പറ്റി നമ്മൾ ഡെപ്തിൽ പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഭവം റേഡിയേഷന്റെ എലിമെന്റ്സ് ആണ് അതിനകത്ത്. അപ്പൊ റേഡിയേഷൻ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു BHMS MD വരെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ക്യാൻസറിന് കൊടുക്കുന്ന റേഡിയേഷൻ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള എലിമെന്റ്സിനെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ല. ഏതെല്ലാം റേഡിയേഷൻ ഇപ്പൊ കൊല്ലം രാലയില് ദീർഘമായിട്ട് കൊല്ലൻ പണി ചെയ്യുന്ന ആള് ഈ തീക്ക് വേണ്ടിയിട്ട് എക്സ്പോഷർ ചെയ്യുമ്പോൾ, തീയിൽ എക്സ്പോഷർ ചെയ്യുമ്പോൾ അവിടെ റേഡിയേഷനാണ് വരുന്നത്, എലിമെന്റ്സ്. അതുപോലെ തന്നെ വീട്ടമ്മ വീട്ടിൽ കൂടുതൽ നേരം ഗ്യാസിലോ അല്ലെങ്കിൽ ഓപ്പൺ എയറിലോ ഓപ്പൺ ഫ്ലെയിമിലോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയിൽമെന്റ്സ് ഫ്രം റേഡിയേഷൻ വരാൻ പറ്റും. ദീർഘമായിട്ട് വെയിലത്ത് ജോലി ചെയ്യണവര്, എക്സ്റേയിൽ ജോലി ചെയ്യുന്നവര്, സ്കാനിങ്ങിൽ MRI സ്കാനിങ്ങിൽ CT സ്കാനിങ്ങിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന വരുന്നവരുടെ സ്കിൻ ലീഷൻ ആയാലും ആർത്രൈറ്റിസ് ആയാലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കാൻ പറ്റും. റേഡിയം ബ്രോമൈഡ് വളരെ ഡീപ്പ് ആക്ടിങ് മെഡിസിൻ ആണ്. ഒരു സൈക്കോസിബിലിറ്റിക് വിത്ത് ട്യൂബർക്കുലർ ഇൻഫ്ലേഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ് റേഡിയം ബ്രോമൈഡ്. അതിന്റെ സിംറ്റംസ് നോക്കിയ സിവിയർ പിൻ ഓൾ ലിംസ്, ജോയിന്റ് ആൻഡ് ആംഗിൾസ്, എല്ലായിടത്തും വരും. ഇപ്പൊ ഫൈബ്രോമയാൽജിയയില് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഒരു മെഡിസിൻ ആണ് റേഡിയം ബ്രോമൈഡ്. റേഡിയം ബ്രോമൈഡ്, സ്റ്റെല്ലിഞ്ചിയ, ബെല്ലിസ് പെർമിനേസ്, കൽക്കേറിയ ഫ്ലോർ, സ്ട്രോണ്ടിയം കാർബ്, കാർബോണിയസൾഫ്, ഇത്രയും മെഡിസിനാണ് ഫൈബ്രോമയാൽജിയയില് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള. ഒരു 2 മാസത്തിനകത്തിൽ വർഷങ്ങളോളമായിട്ട് അനാൽജസിക്കും ആന്റി ഡിപ്രസന്റും ഒക്കെ കഴിച്ചിരുന്നവർക്ക് നമുക്ക് റിലീഫ് കൊടുക്കാൻ പറ്റും. ഷാർപ്പ് പെയിൻ ഷോൾഡർ, ആം, ഹാൻഡ്സ്, ഫിംഗർ, ലെഗ്, നെക്ക്. Feel hard and brittle, they would break on bowing. Feel heavy. By broken feeling, movement aggravation, hard and brittle. ഇത് എല്ലാ ജോയിന്റ്സിലും ഉണ്ട്. പേഷ്യൻസ് പറയത്തില്ല, പീരിയഡ്സിലും ഡിസ്മിനോറിയയിലും മെട്രേജിയയിലും ഫീമെയില് എന്റെ നടു പറഞ്ഞു പോകുന്ന പറയും. പൊട്ടിപ്പോണ പോലുള്ള വേദന. ഏതാ മെഡിസിൻ? ആരെങ്കിലും പറയാമോ? പേഷ്യന്റ് പറയണത് അങ്ങനെ ആയിരിക്കും, പൊളിഞ്ഞു പോകുന്ന പറയും. എന്റെ സേക്രം പൊട്ടിപ്പോകും. ട്രില്ലിയം പെൻഡുലം. അപ്പൊ ഈ ബ്രോക്കൺ ഫീലിംഗ് ഉള്ള, ഇപ്പൊ ക്യാൻസറിലൊക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പൊ ജസ്റ്റ് ബിഫോർ ബ്രോക്കൺ, പൊട്ടിപ്പോവും എന്നാണ് പേഷ്യന്റ് പറഞ്ഞത്. പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പറ്റോറിയോ, പൊട്ടടതിന് മുമ്പ് റേഡിയം ബ്രോമൈഡോ, വിതൗട്ട് പതോളജി ട്രില്ലിയം പെൻഡുലം. അതാണ് എന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ. പിന്നെ ഹെവി ഫീലിംഗ്, ഇപ്പൊ ഹാർഡ് ഫീലിംഗ്, ഹെവി ഫീലിംഗ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഹെവി ഫീലിംഗ് മാത്രമല്ല ഹെവി ആകുന്നത്. ഇപ്പം പോസ്റ്റ് ക്യാൻസറസ് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് കിട്ടുമ്പം അവരുടെ ഒരു കൈയൊക്കെ നമുക്കറിയാം ഏത് സൈഡിലെ ബ്രസ്റ്റാ മൂവ് ചെയ്യുന്ന. ലിംഫക്ടമി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെവി ഇഡിമാറ്റസ്, ലിംഫാറ്റിക് ഇഡിമ വന്നിട്ട് തൂങ്ങിക്കിടക്കും. പൊക്കി മാറ്റണം, ഒരു കൈ കൊണ്ട് പൊക്കി മാറ്റണമെന്ന് പറയും. ഈ നേരിട്ട് ഒരു കൈയുടെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ വേറൊരാള് സപ്പോർട്ട് ചെയ്ത് മാറ്റുന്ന അത്രയും ഹെവിനെസ് ഉള്ളത് ശരിക്കും UPO ഉണ്ട്. ഇത് ഹെവി ഫീലിംഗ് ആണ് കൂടുതൽ. ഖനമുണ്ടെന്ന് നോക്കുക,
ഹാർഡ് ബ്രിട്ടിലാണെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുമെന്ന് പറയും. നമ്മൾ തൊടുമ്പോൾ തൊടലേ സാറേ പൊട്ടിപ്പോകുന്ന അത്രയും ഷാർപ്പ് പെയിൻ ആയിരിക്കും. ക്രാക്കിംഗ് ഓൺ ഷോൾഡർ. അപ്പൊ ക്രാക്കിംഗ്, ഹാർഡ് ഫീലിംഗ്, ഹെവി ഫീലിംഗ്, ബ്രോക്കൺ ഫീലിംഗ്. നോക്കിയേ, റേഡിയം ബ്രോമൈഡിന് ഇതെല്ലാം ഉണ്ട്. സിബിലിറ്റിക് സിംറ്റംസ് ഉണ്ട്, ഹാർഡ് ഹെവി സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, ഷാർപ്പ് പെയിൻ, ട്യൂബർക്കുലർ. അതാണ് 3 മൾട്ടി മയാസ്മാറ്റിക് മെഡിസിൻ ആണ്. അപ്പം നമുക്ക് വളരെയേറെ ഈ 4 കാര്യങ്ങൾ ഈ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ റേഡിയം ബ്രോമൈഡ് മാത്രം കൊടുത്താൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ടി നോഡോസിസ്, എല്ലാം ഫൈബ്രോമയാൽജിയയിലൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഈ ഇത്രയും സിംറ്റംസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ ക്രാക്കിംഗ്, ഹെവി ഫീലിംഗ്, ഹാർഡ് ഫീലിംഗ്, ഷാർപ്പ് പെയിൻ, ഫിയർ ഓഫ് ഇറ്റ് വുഡ് ബ്രേക്ക്, പെയിൻ ഇൻ ടോസ്, ക്ലേവ്സ്, ഹിപ്പ് ജോയിന്റ്, ഹോളോ ഓഫ് നീ. ഇപ്പൊ ഹോളോ ഓഫ് നീയില് എടുത്തു പറയാവുന്ന 2-3 കാര്യങ്ങള്, ഒന്ന് റേഡിയം ബ്രോമൈഡ് ബയലാട്രല, സിബിലിറ്റിക് ആയതുകൊണ്ട് രണ്ടിടത്തും വരും. റൈറ്റിലാണെങ്കിൽ ആഴ്സനിക് ഹൈഡ്രോയ, ലെഫ്റ്റിലാണെങ്കിൽ നാട്രം കാർബൺ. ഹോൾ ഓഫ് നീലി പേര്, സോർ ടു ടച്ച്, വേഴ്സ് അറ്റ് നൈറ്റ്. അതിന്റെ സിബിലിറ്റിക് സിംറ്റംസ് വേഴ്സ് അറ്റ് നൈറ്റ്. ഇപ്പൊ നമ്മള് കാലിയൈഡും റേഡിയം ബ്രോമൈഡും കൂടെ കമ്പയർ ചെയ്യുമ്പം ഈ ഫീലിംഗ് ഉണ്ടെങ്കിൽ റേഡിയം ബ്രോമൈഡിന് സിവിയർ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഇല്ല. കാലിയൈഡിനാണെങ്കിൽ സിവിയർ സ്വെല്ലിംഗ് വിത്ത് ഡിജനറേഷൻ. ലെഫ്റ്റ് സൈഡ് കൂടുതലായിരിക്കും, നൈറ്റ് അഗ്രവേഷൻ ഉണ്ടാവും, റൈറ്റ് സൈഡ് വെച്ച് കിടക്കാൻ പറ്റത്തില്ല, ലെഫ്റ്റ് സൈഡ് കംഫർട്ടായി. അതും സിബിലിറ്റിക് മെഡിസിൻ. അപ്പം പുതച്ചിട്ട് പാനിട്ട് ചൂട് കഴിക്കുകയോ തണുത്ത കഴിക്കുകയോ എന്നുള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, മൂവ്മെന്റ് അഗ്രവേഷൻ ഉണ്ട്, ബ്രിട്ടിൽ ഫീലിംഗ് ഉണ്ട്, ക്രാക്കിംഗ് പെയിൻ ഉണ്ട്, യൂണിവേഴ്സലായ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എല്ലാ ജോയിന്റ്സിലും എല്ലാ ഓർഗനിലും വേദനയുണ്ട്. അത് സൗർ ടു ടച്ച് ആയിരിക്കും, ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, ടച്ച് ചെയ്താൽ വേദന വലിക്കും. ആർണിക്ക പോലെ തന്നെ, എപ്പീസ് പോലെ തന്നെ, വേഴ്സ് ഓൺ ടച്ച്, വേഴ്സ് ഓൺ നൈറ്റ്. സോറിയാറ്റിക് റപ്ഷൻസ് ഇൻ ഫിംഗർ, ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ് റിലീഫ്. ഞാൻ പറഞ്ഞത് ഈ മൊഡാലിറ്റിയുള്ള 8 മെഡിസിനിൽ റെസ്റ്റോക്സ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ റെസ്റ്റോക്സ് സൈക്കോ ട്യൂബർക്കുലാർ സോറിക്കുക, ബട്ട് റേഡിയം ബ്രോമൈഡ് മെയിൻലി സിബിലിറ്റിക്ക്. ആ മയാസ്മാറ്റിക് ഡിഫറൻസ്, സ്പെഷ്യാലിറ്റീസ് ഓഫ് സിംറ്റംസ് വിത്ത് പെയിന്റെ ക്യാരക്ടർ, ഇത്രയാണ് നമ്മൾ റേഡിയം ബ്രോമൈഡിനെ ഇതിലെ ഒരു വലിയ ദിവ്യനാക്കുന്ന സാധനം. ഇതന്നെ അമോണിയം ഫോസ്. നമ്മുടെ സാധാരണയുള്ള മോഡേൺ മെഡിസിന്റെ അനാലിസിസ് XIQ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പോളിവൈറ്റിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് കഴിയുമ്പം മിച്ചം കിട്ടുന്നതായിരിക്കും എല്ലാ ഫിംഗർ ജോയിന്റ്സും വളരെ തടിച്ചായിട്ടിരിക്കും. ഇപ്പൊ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, എസ്പെഷ്യലി ഫിംഗർ ജോയിന്റ് ആൻഡ് എൽബോ ആൻഡ് ഹാൻഡ്. അത് പോകാൻ ഏറ്റവും നല്ല അമോണിയം ഫോസ് ആണ്. അമോണിയം ഫോസ് നമ്മൾ കൊടുക്കുമ്പം തേരട്ടി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഒത്തിരി മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അതിന്റെ കൂടെ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് സ്റ്റില്ലിഞ്ചിയ, ആക്ടിയസ് പിക്കേറ്റ. പെയിൻലെസ് ഓർ സ്ട്രെച്ചിങ് പെയിൻ. പെയിൻലെസ് കാര്യം ക്രോണിക് വരുമ്പം അതിനകത്ത് ഹാർഡ്നെസ് വന്ന് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പെയിൻ കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിച്ചിങ് പെയിൻ വരുമെന്ന്. ലിഥിയം കാർ. റീനൽ സിംറ്റംസ് വിത്ത് റുമാറ്റിസം ഓൾട്ടർനേറ്റ് വിത്ത് ഗാസ്ട്രൈറ്റിസ്. അപ്പൊ റീനൽ, റുമാറ്റിസം വിത്ത് ഗാസ്ട്രൈ, ഈ 3 സിസ്റ്റം, മൾട്ടി ലെവൽ സിസ്റ്റം ഫെയിലുവർ വരുന്ന ഒരു റുമാറ്റിലോ റീനൽ സിംറ്റംസിലോ ഗാസ്ട്രൈറ്റിസോ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കിത് 3ഉം കൂടെ കിട്ടുവാണെങ്കിൽ ലിഥിയം കാർബൈഡ് ഈസ് ദ ബെസ്റ്റ്. ഇതിന്റെ കൂടെ ഒരു അത്തിക്കേറിയ ഉണ്ടെങ്കിൽ ഇസ് പൈനസ്. അത്തിക്കേറിയ വിത്ത് സെല്ലുലാർ ഫോളിക്കുലാർ സെല്ലുലൈറ്റിസും കൂടെ ഉണ്ടെങ്കിൽ അത്തിക്ക യൂറൻസിസ്. കാൽക്കേനിയസ് പ്രൂവില് ഈ റീനൽ, ഗാസ്ട്രിക്, റൂമാറ്റിസം കമ്പൈൻഡ് ചെയ്ത് വരുന്ന കാൽക്കേനിയസ് പ്രൂവില് ലിഥിയം കാർബ് കൊടുത്താൽ ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് എക്സ്റേയില് കാൽക്കാനിയസ് ഡിപ്പോസിറ്റ് വന്നിട്ട്
ബോണി ഗ്രോത്തോ ബോണി ഇറഗുലാരിറ്റിയോ മാൽഫോർമേഷനോ വരുമ്പോഴാണല്ലോ കാൽക്കേരിയസ് സ്ക്രൂ എന്ന് പറയുന്നത്. അതില് കാൽക്കേരിയ കാർബ് എന്റെ മൊഡാലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാം. ലിത്യം കാർബ് ട്യൂബർക്കുലാർ സൈക്കിക് ആണ്, ആ മയാസം ആണെങ്കിൽ അത് കൊടുക്കാം. അതർവൈസ് അറേണിയ ഡയാഡിമ എല്ലാത്തിനും കൂടെ കൊടുക്കാവുന്ന ഒരു നല്ല എഫക്റ്റീവ് മെഡിസിൻ. കനാബിസ് സദൈവ. കനാബിസ് സദൈവയില് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം കനാബിസയുടെ ബാക്കിയുള്ള എല്ലാ സിംറ്റംസും അത് മനസ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പോലും റൂമാറ്റിസത്തിനകത്ത് സ്റ്റിഫ്നെസ്, ഡിഫോമിറ്റി ആഫ്റ്റർ സ്പ്രേ, വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഡിഫോമിറ്റി കറക്റ്റ് ചെയ്ത് വരുമ്പോൾ സ്റ്റിഫ്നെസ് ആൻഡ് ഡിഫോംഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളിൽ ഒരു ക്രോണിക് ആർത്രൈറ്റിസ് ആയിരിക്കും അതിൻ്റെ ഇത്. അംഗവൈകല്യം അല്ലെങ്കിൽ ഡിഫോമിറ്റി വന്നിട്ട് വരുന്നതിൽ നമ്മൾ ക്ഷമയോടുകൂടി ഒരു കൊല്ലത്തെ ഒരു ഓപ്പറൻസിൽ കനാബിസ് സദൈവ 30 ഡൈലോസ് ഒരു മാസം ലീവ് ചെയ്യുക, 200 2 ഡോസ് കൊടുത്തിട്ട് 1 മാസം വെയിറ്റ് ചെയ്യുക, ഒരു 1 കൊടുത്തിട്ട് 2 മാസം വെയിറ്റ് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്നത് ഈ ബാസിലസ് നമ്പർ 7 30 or 200. പിന്നെ കോസ്റ്റിക്കത്തിന്റെ ക്ലിയർ പൈൻ വെതറും ഗൊയാക്കത്തിന്റെ ഡാമ്പ് കോൾഡ് വെതറും കൂടെ കമ്പയർ ചെയ്തിട്ട് ഗൊയാക്യം 6C ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടിഞ്ചർ ഭയങ്കര ഹാർഡാണ്, ഗാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഗൊയാക്കം 3C or 6C അല്ലെങ്കിൽ കോസ്റ്റിക്കൻ. അപ്പൊ നമുക്ക് ആ ആർത്രൈറ്റിസിന്റെ എയിൽമെന്റ്സ് കഴിഞ്ഞിട്ട് ഡിഫോമിറ്റിയിൽ ഫോം ചെയ്യുന്നതിൽ ഗ്രാജുവലി നമുക്ക് നല്ല ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഫോമിക്കാരൂപ. നീ ക്യാബ്, വൂളൻ ബാൻഡേജ് റിലീഫ്. റൊമാറ്റിസം വിത്ത് വെസിക്കുലർ ആൻഡ് ഫോളിക്കുലർ അൾസേഴ്സ്. സോറിയാസിസിലും വെസിക്കുലർ ഫോളിക്കുലർ അൾസർ ഉള്ള സോറിയാറ്റിക് ഇറപ്ഷൻസ്, റൊമാറ്റിസം വിത്ത്, അതുപോലെ തന്നെ അത്തിക്കേറിയയില് ഫോളിക്കുലർ ഇറപ്ഷൻസ് ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അത്തിക്ക യൂറൻസിസ് വെരി മോശം. പിന്നെ കുറെ നാളായിട്ട് നമ്മൾ ഡയാലിസ് ചെയ്യുന്നതിന് മുമ്പൊക്കെ യൂറിയ ക്രിയേറ്റിൻ ഒത്തിരി കൂടി വരുന്ന ഒരു റീനൽ ഫെയിലുവർ ഉള്ള കേസസിൽ അവർക്ക് റൊട്ടീനായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ കുറയുകയും പിന്നെ യൂറിയ കൂടുമ്പോഴുള്ള ആ യുറീമിക് ഡെർമറ്റൈറ്റിസിന്റെ ബ്ലാക്കിഷ് അപ്പിയറൻസ് ഒക്കെ വന്നിട്ട് അതിനകത്ത് വെസിക്കുലാർ ആൻഡ് ഫോളിക്കുലാർ ഏതെങ്കിലും വിധത്തിലുള്ള ഇറപ്ഷൻസ് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ക്ലൂ ഫോർ ട്രീറ്റിംഗ് യുറീമിയ. അപ്പൊ അത്തിക്ക യൂറൻസ് 0.1 0.2 ഒക്കെ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ക്രിയാറ്റിൻ നല്ല പോലെ നമുക്ക് കുറക്കാൻ പറ്റും. ആ ഒരു ക്ലൂ മാത്രം മതി ഈ ക്രിയാറ്റിൻ കുറയ്ക്കാൻ യുറീമിയയിൽ നമുക്ക് ട്രീറ്റ്മെന്റ്. ഫോമിക് ആസിഡ്, ഗൗട്ടി ആൻഡ് അലർജി ഓൾട്ടർനേറ്റ്. അപ്പൊ റൊമാറ്റിസം വിത്ത് ഗൗട്ട്, യുറോമാറ്റിസം വിത്ത് ഗാസ്ട്രൈറ്റിസ്, റൊമാറ്റിസം വിത്ത് ഹെഡേക്ക്, റൊമാറ്റിസം വിത്ത് സ്വെല്ലിംഗ്, റൊമാറ്റിസം വിത്ത് യൂണിവേഴ്സൽ ബോൺ പെയിൻ, യൂണിവേഴ്സൽ വിത്ത് ഗൗട്ട് വിത്ത് അലർജി ഓൾട്ടർനേറ്റീവ്. ഫോമിക് ആസിഡ്, യൂറിക് ആസിഡ്, ഓൾസോ ASO ഹൈ. പണ്ട് പെൻസിലിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പണ്ട് മോഡേൺ മെഡിസിനിൽ മന്ത്ലി എത്രയോ ലക്ഷം യൂണിറ്റ് പെൻസിലിൻ ഇഞ്ചെക്ട് ചെയ്യുമായിരുന്നു ഈ റൊമാറ്റിക് ഫീവർ വരാതിരിക്കാൻ. കാര്യം റൊമാറ്റിസം ബൈറ്റ് ദ ഹാർട്ട് ആൻഡ് എഫക്ട് ദ ജോയിന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ പതോളജിയാണ് ഫോമിക് ആസിഡിന്റെ പതോളജി. നമ്മുടെ ഉറുമ്പിൽ നിന്ന് എടുക്കുന്ന പിന്നെ ഫോമിക് ആസിഡ്. അപ്പൊ ഫോമിക് ആസിഡ് ഞാൻ ടിഞ്ചർ കൊടുക്കാറില്ല, 6C 3C ആണ്, നല്ല എഫക്റ്റ് കിട്ടാറുണ്ട്. യൂറിക് ആസിഡിനും അങ്ങനെ ഒരു കാർഡിയാക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അലർജി ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, IgE കൂടുതലാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഉൾപ്പെടെ ഫോമിക് ആസിഡ് കൊടുത്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ആസ്മ, അത്തിക്കേറിയ ആൻഡ് റൊമാറ്റിസം. നേരത്തെ പറഞ്ഞ പൈനസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ആസ്മ, അത്തിക്കേറിയ, റൊമാറ്റിസ്, ഇത് മൂന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്ന് തീരുമ്പോൾ വന്ന് ഔട്ട് വരുന്ന കേസസ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്താലേ ക്യൂർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ റൊമാറ്റിക് സിംറ്റംസിന് മെഡിസിൻ കൊടുക്കുമ്പോൾ ആസ്മ പറയുമ്പോൾ അത്തിക്കേറിയ വരും. ഭയങ്കര വിഷമാണ് ഇത് മൂന്നും കൂടെ വന്നാൽ.
പൈനസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ 3C ആണ് നമ്മൾ കൊടുക്കണം. പിന്നെ ലേറ്റർ ഓൺ 30. ഇനി മാഗ്നറ്റസ് പോളിസ് ആന്റീരിയർ എന്ന് പറഞ്ഞ് ഒരു മെഡിസിൻ ഉണ്ട്. മാഗ്നറ്റസ് പോളിസ് ആന്റീരിയർ അതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല. ഈ മാഗ്നറ്റസ് പോളിസ് ആന്റീരിയർ എന്ന് പറയുന്ന റേർ മെഡിസിൻ ആണ്. ന്യൂ ജനറേഷൻ മെഡിസിൻ ആണ്. റഡാറിലൊക്കെ ഉണ്ട് അതിന്റെ തെറാപ്പറ്റിക്സ്. അതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ CA ബോണില്, കോൺട്രോമായില്, കോൺട്രോസാർക്കോമായില്, ലിയോസാർക്കോമായിലൊക്കെ ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ബോണിലോട് മുട്ടുമ്പം, എസ്പെഷ്യലി കാർട്ടിലേജ്, ഇപ്പൊ ഇങ്ങനെ കൈ കൂട്ടി പിടിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. ഈ ഒരു കാർട്ടിലേജ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഏത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും അൺബിയറബിൾ പെയിൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കൊടുക്കുമ്പോൾ ഈ കാർട്ടിലേജിന്റെ കോൺട്രോമയിലും കോൺട്രോസാർക്കോമയിലും ഒക്കെ വരുന്നത് അത്ര സെൻസിറ്റീവ് ആയിരിക്കുമല്ലോ. ബോൺ പെരിയോസ്റ്റിയം അല്ലെങ്കിൽ കാർട്ടിലേജിനസ് സ്ട്രക്ചറിൽ വരുന്ന ക്യാൻസർ ആണല്ലോ. അപ്പൊ അതിന്റെ ടെൻഡർനെസ്സും പെയിനും മോർഫിൻ കൊടുത്തിട്ടാണ് മോഡേൺ മെഡിസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ മാഗ്നറ്റസ് പോളസ് ആന്റീരിയർ എന്ന് പറയുന്ന മെഡിസിൻ 30 പൊട്ടൻസി അണ്ടിൽ ഗെറ്റ് റിലീഫ് റിപ്പീറ്റഡ് ഡോസ് നമ്മൾ കൊടുക്കാറുണ്ട് ഗുണങ്ങൾ. പിന്നെ നമ്മൾ മയാസം പറഞ്ഞ് പഠിച്ചു വരുമ്പം മയാസത്തിന് സൈക്കോസോറിക് ഉണ്ട്, ട്യൂബർക്കുലാർ ഉണ്ട്, സിബിലിറ്റിക് ഉണ്ട്, സിബിലിറ്റിക് വിത്ത് ട്യൂബർക്കുലാർ ഇൻഫ്ലേഷൻ ഉണ്ട്. റുമാറ്റിസത്തില് ബ്ലഡ് ഡിസ്ട്രക്ഷൻ വന്നിട്ട് ITP ഏതെങ്കിലും വിത്ത് പ്ലേറ്റ്ലെറ്റ്സ് കുറയുകയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ കൂടുകയോ കുറയുകയോ ലിംഫോസൈറ്റോപീനിയ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ SLEയിലൊക്കെ നമുക്ക് വരുന്നത് പിന്നെ ചിലപ്പം വളരെ കുറഞ്ഞു പോകും ലിംഫോസൈറ്റ്. അപ്പൊ പണ്ട് എനിക്കൊരു തമിഴ്നാട്ടിൽ നിന്നൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് മോഡേൺ മെഡിസിനൊക്കെ ഒത്തിരി ചെയ്തത് ഒരു ടീച്ചറാ, സരോജ. അവർക്ക് ഉള്ള അവസാനമായിട്ട് വന്നപ്പം ഈ നമ്മുടെ അമോണിയം ഫോസിന്റെ ലോക്കലൈസേഷൻ മുഴുവൻ വന്നു, കുറച്ച് ഡിഫോമിറ്റി വന്നു, നടക്കാൻ വിഷമം വന്നു. അതിന്റെ കൂടെ സ്റ്റിറോയിഡിന്റെ യൂസ് വന്നപ്പോ ഒന്ന് സിറോട്ടിക് ലിവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ആൽബമിൻ കുറഞ്ഞു, അപ്പൊ നീര് വന്നിട്ട് പോകാതായി. അതിന്റെ കൂടെ അവർക്ക് വന്ന വിഷമങ്ങളിൽ ലിംഫോസൈറ്റോപീനിയ, ലിംഫോസൈറ്റ് കുറഞ്ഞ് HP കുറഞ്ഞു. അതിന് സ്റ്റിറോയിഡ് കൊടുത്താലേ പറ്റത്തുള്ളത് മോഡേൺ മെഡിസിൻ. അപ്പൊ സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ ലിവർ ടോക്സിക് സിംറ്റംസ് വരും, ക്രിയേറ്റിൻ കൂടും. അവരങ്ങനെയാണ് കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ അവർക്ക് ട്രൈ ചെയ്ത ഒരു മെഡിസിനാണ് ക്രോട്ടാലസ് ഓർഗസും സിബിലിനും. വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഗ്രാജുവലി അതിൻ്റെ അടുത്ത് കാഴ്ചനാശം നമ്മൾ കൊടുത്തു. പിന്നെ ബെൻസോയിനും ഈ 3 മെഡിസിൻ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോഴും എൻ്റെ കൂടെ പേഷ്യൻസ് ഉണ്ട്. പിന്നെ അമോണിയം ഫോസ് കൊടുത്ത് അവർക്ക് പണ്ടൊരിക്കൽ സ്കിൻ എറപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സോറിയാറ്റിക് റെമിനൻസ്, അതിന്റെ ഒരു കറുത്ത പാട് കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു സോറിയാറ്റിക് ആർത്തറൈറ്റിസിന്റെ ഒരു മെഡിസിൻ കൊടുത്ത്, സ്റ്റെലേറിയ. അതില് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ബ്ലഡ് സ്റ്റാറ്റസ് ഒക്കെ വളരെ നല്ലതാണ്. ഒത്തിരി നല്ലപോലെ നമുക്ക് ആ റെമിനൻസ് മുഴുവൻ ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു അലോപ്പതി ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ 3 കൊല്ലം. ഇപ്പൊ അവരിവിടെ വന്ന് നമ്മളെ കാണാൻ എനിക്ക് ഒത്തിരി പേഷ്യൻസിനെ അവിടെ നിന്ന് വിടുകയും ചെയ്തു. ടീച്ചർ ഇപ്പൊ റിട്ടയർ ആയി. ഇപ്പൊ അങ്ങനെ അതിന്റെ പതോളജിക്കൽ റിലേഷൻഷിപ്പ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്, ബ്ലഡ് പിക്ചർ, ബ്ലഡ് സ്റ്റഡി, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അതിന്റെ പതോളജിയും അതിന്റെ മയാസവും നമ്മുടെ മെഡിസിന്റെ മയാസവും കൂടെ കൂട്ടി യോജിപ്പിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് വലിയൊരു ബാല് കയറാൻ മല അല്ല ഈ റുമാറ്റിസം, ആർത്രൈറ്റിസ്. സ്ട്രെപ്റ്റോകോക്കിനം നമുക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ആർത്രൈറ്റിസിലെ. റെസ്റ്റോക്സിന്റെ മൊഡാലിറ്റിയാണ് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ്. അതിൽ ആർത്രൈറ്റിസ് വിത്ത് റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ ആൻഡ് റിപ്പീറ്റഡ് ത്രോട്ട് ഇൻഫെക്ഷൻ, അപ്പൊ ടോൺസിലൈറ്റിസ്, ഇതെല്ലാം ഈ
സ്ട്രെപ്റ്റോകോക്കിനത്തിന്റെ പരിധി വരുന്നത് കൊണ്ട് സ്റ്റെഫൈലോകോക്കിനല്ല, സ്ട്രെപ്റ്റോകോക്കിൻ. അപ്പൊ സ്ട്രെപ്റ്റോകോക്കിൻ നമ്മൾ വീക്കിലി ഡോസ് കൊടുക്കുവാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് റിസ്റ്റോക്സ് സ്റ്റാഗ്നേറ്റ് ചെയ്ത റിസ്റ്റോക്സിന്റെ ഇംപ്രൂവ്മെന്റ്, സ്റ്റാഗ്നേറ്റ് ചെയ്ത കാൽക്കേറിയ ഫ്ലൂറിന്റെ ഇംപ്രൂവ്മെന്റ്, സ്റ്റാഗ്നേറ്റ് ചെയ്ത ലൈക്കോപോഡിയത്തിന്റെ ഇംപ്രൂവ്മെന്റ്. എനിക്ക് കഴിഞ്ഞ മാസം ഒരു റൊമാറ്റിക് ആർത്രൈറ്റിസ് RA ഫാക്ടർ, അത് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആയിരുന്നു. RA ഫാക്ടർ ഇല്ല, ESR മാത്രമുണ്ട്, CRPയും കുറച്ചുണ്ട്, ഗൗട്ട്, യൂറിക് ആസിഡ് വളരായിട്ടില്ല, ബാക്കിയുള്ള റൊമാറ്റിസത്തിന്റെ എല്ലാ ടെസ്റ്റും നെഗറ്റീവ്, പക്ഷെ സഫറിങ്സും. അവർക്ക് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ ആണ്, കണ്ടിന്യൂസ് മൂവ്മെന്റ്, കുറച്ച് റിലീഫ് ഉണ്ട്, ലോക്കലൈസേഷൻ ഉണ്ട്, ഭയങ്കര ഹോട്ടാണ്, പുതയ്ക്കത്തില്ല. മെനോപാസൽ സിൻഡ്രോംസ് കുറെ അധികം ഉണ്ട്. ഹോട്ട് ബാമാണ്, പുതയ്ക്കത്തില്ല, ചൂട് കഴിക്കും, ജനൽ തുറന്നിട്ട് ഉറങ്ങും, വസ്ത്രം ലൂസ് ചെയ്യും, പക്ഷേ ഭയങ്കര ചൂട് കഴിക്കും. അവിടെ നമ്മുടെ ലാക്കസിസ് ഔട്ടായിപ്പോയി. സാധാരണഗതിയിൽ ലാക്കസിസ് സിംറ്റംസ് ഉണ്ട്, പക്ഷേ ലാക്കസിസിന്റെ ഫാനേക്കാൾ കൂടുതൽ ഫാനിടും. ഡിസ്റ്റൻസിലെല്ലാം അടുത്ത് 4 ഫാനിടും. ഹോട്ട് ഫാമാണ്, നല്ല ചൂട് കഴിയും. ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂ മൂവ്മെന്റ് റിലീഫ്. അപ്പൊ ഇത് കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് കൊള്ളാമല്ലോ, റെസ്റ്റോക്സ് എനിക്ക് കൊടുക്കാമല്ലോ, റെഡിയാക്കാമല്ലോ. ഞാൻ എല്ലാം എടുത്തെടുത്ത് വന്നപ്പോ തെർമൽ ഔട്ടായിപ്പോയി. ചില്ലിയല്ല, അവർക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടം. കറക്റ്റ് ചെയ്ത് വന്നപ്പം നമ്മുടെ 8 മെഡിസിനകത്ത് 1 മെഡിസിനാണ് ലൈക്കോപോഡിയം ലെവൽ. ഞാൻ ലൈക്കോപോഡിയം 8 എണ്ണം കൊടുത്തു. അവരുടെ ഗ്യാസ് കുറഞ്ഞ്, ഭയങ്കര ഫെർമെന്റേറ്റഡ് ഡിസ്ലിപ്സി ആയിരുന്നു. ഈ എക്കോസ്പിരിനും അതിന്റെ കോമ്പിനേഷനും HCl ഒക്കെ കഴിച്ചപ്പം അവരുടെ ഗാസ്ട്രൈറ്റിസ് ഉണ്ടായി. ഭയങ്കര ഫെർമെന്റേറ്റ്, ഇങ്ങനെ തികട്ടി വരും, പുളിച്ച് തികട്ടി, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്റാസിഡ് വർഷങ്ങളോളം കഴിച്ച കേസസ്. അപ്പം നമ്മളത് മാറ്റിയിട്ട് റഫാനസ് സദൈവയാ കൊടുത്തു. ഫെർമെന്റേറ്റഡ് ഡിസ്പെപ്സിയയ്ക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 മെഡിസിനാണ് ജെറേനിയം സിബിലിറ്റിക്കാണ്, ഇത് ഹോട്ട് ബാം ആണ്, സൈക്കോസോറിക്കാണ്. അതുകൊണ്ട് റഫാനസ് സദൈവ ടിഞ്ചർ 30 ml വെള്ളത്തിൽ 15 തുള്ളി ഇട്ട് 10 തുള്ളി 2 നേരം അല്ലെങ്കിൽ 3 നേരം കഴിക്കാൻ പറഞ്ഞു. ലൈക്കോപോഡിയം 8 എണ്ണം കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കേറിയ ഫ്ലൂറിന് പകരം കാൽക്കേറിയ പോസ് കൊടുത്ത്, ആ കോമ്പിനേഷൻ ശരിയാകും, ഭയങ്കരമായിട്ട് ബെറ്ററായി. അപ്പൊ ലൈക്കോപോഡിയം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അപ്പൊ ലാക്കസിസുമായിട്ട് നെക്സ്റ്റ് മെഡിസിനാണ്. ചെറിയൊരു തെർമൽ ചേഞ്ചസും ഗ്രേവിംഗ് ചേഞ്ചസും കൊണ്ട് മെഡിസിൻ മാറും. അതുപോലുള്ള, അതാണ് അതിന്റെ മയാസത്തിന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ പഠിക്കണമെന്ന് പറയും. അപ്പൊ വളരെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ ബോർഡിലുള്ള ഒരു 100, 120, 130, 140 മെഡിസിൻ ഈ സോറിക്ക്, സൈക്കോട്ടിക്, സിബിലിറ്റിക്, ട്യൂബർക്കുലാർ തിരിച്ച്, സൈക്കോസോറിക്കും സോറോസൈക്കിക്കുമായിട്ട് തിരിച്ച് നമ്മൾ ഒരു ബുക്കിൽ എഴുതിയിട്ട് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അത് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പേഷ്യന്റ് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് വെച്ച് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിലി നമുക്ക് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യവും തെറ്റിപ്പോകത്തില്ല. നമുക്കൊരു പേപ്പർ ഉണ്ടാക്കാൻ പറ്റും, ഹൗ ഐ ക്യൂർ എ കേസ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്തുകൊണ്ട് ലൈക്കോപോഡിയം കൊടുത്തു, എന്തുകൊണ്ട് ലാക്കസിസ് കൊടുത്തു, എന്തുകൊണ്ട് റേഡിയം ബ്രോമൈഡ് കൊടുത്തു, എന്തുകൊണ്ട് നമ്മൾ സ്റ്റിക്റ്റാ പൾമോൺസ് കൊടുത്തെന്ന് നമ്മൾക്ക് അറിയണം. എന്നാലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ, ശാസ്ത്രീയമാകത്തുള്ളൂ. കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്കയുടെ ശരിക്കും പ്യൂർലി മയാസത്തിന് വിധേയമായിട്ടുള്ള ഒരു തെറാപ്പറ്റിക്സ് പറയാനും പ്രവർത്തിക്കാനും ചെയ്യാനും അനുഭവത്തിവാക്കാനും ഒക്കെ ആ ഒരു സ്റ്റഡി വളരെയേറെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ലക്ഷ്മിന്റെ മോളും ഒക്കെ അത് ശീലിച്ചുകൊണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ അത് കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്പർ ഓഫ് മെഡിസിൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മയാസ്മാറ്റിക് കൺവേർഷൻ ശരിയാത്തത് കൊണ്ട്. അതർവൈസ് നമ്മള് അതിന്റെ മൊഡാലിറ്റി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാനുള്ള ഒരു പിൻബലം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കാം.
എന്നാലും ഒരു സെൽഫ് സ്റ്റഡി വേണം. സെൽഫ് സ്റ്റഡി കാര്യം മൊഡാലിറ്റിയിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മൾ തടവുന്നതും നിൽക്കുന്നതും മാസേജും പ്രസ്സിങ്ങും ജെന്റിൽ പ്രസ്സിങ്ങും ഇങ്ങനെ ഇടിക്കുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും പിള്ളേരെ കൊണ്ട് ഇടിപ്പിക്കുന്നതും ഒക്കെ എൻ്റെ ഡിഫറൻസ് സിംറ്റമല്ല. ഇടിപ്പിക്കുന്ന മെഡിസിൻ ഏതാ? വയറ്റിലൊക്കെ തടവിയാ കുറയും, പക്ഷെ മുറുക്ക് തടവിയാ കൂടും. ചൈനയ്ക്ക് അങ്ങനെ ഒരു നല്ല സിംറ്റം ഉണ്ട്. മാസേജ് ചെയ്ത കുറയണത് ഏതാ? റേഡിയം ബ്രോമൈഡും പ്രോട്ടോണ്ടിക്കലും. അപ്പൊ തടവിയാ മതി. ഹാർഡ് പ്രസ് ആണെങ്കിൽ കോളോസിന്റെ പോലുള്ള മറ്റുള്ള മെഡിസിൻസ്. അപ്പൊ ആ മൊഡാലിറ്റി നമ്മൾ വളരെ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് എടുത്ത് അതുമായിട്ട് യോജിപ്പിച്ചേ മെഡിസിൻ ചെയ്യാവൂ. സ്ട്രെപ്റ്റോകോക്കിൻ നമ്മൾ പഠിക്കുമ്പം അതിന്റെ വേറെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ റിക്കറന്റ് ആയിട്ടുള്ള സോർ ത്രോട്ട് ഉണ്ടെങ്കിൽ റെഡ്നെസ് വിത്ത് പാൽപിറ്റേഷൻ, ബ്ലഡി സ്റ്റൂൾ, ബ്ലീഡിങ് ഗംസ്. സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ അഡിക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും മ്യൂക്കസ് ഔട്ട്ലെറ്റിൽ നമുക്ക് ഉണ്ടെങ്കിൽ അതിന് വലിയൊരു ക്ലൂ ആണ്. എന്താ ഈ സ്ട്രെപ്റ്റോകോക്കസും സ്റ്റെഫൈലോകോക്കിനും തമ്മിൽ വ്യത്യാസം? സ്ട്രെപ്റ്റോകോക്കിന് ഇപ്പൊ മൂക്കിലാണെങ്കിലും മൂക്കിലും തൊണ്ടയിലും പെരിഫറൽ ലെവലിൽ ആക്ട് ചെയ്യുന്ന മെഡിസിനാണ് സ്ട്രെപ്റ്റോകോക്കൻ. സ്റ്റെഫൈലോകോക്കൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലായിരിക്കും. ഒരു റിക്കറന്റ് ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ നമുക്ക് സ്ട്രെപ്റ്റോകോക്കസ് വീക്കിലി ഡോസ് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബാസിലിനെ പോലെ വളരെയേറെ ഗുണം ചെയ്യും. അത് കുറച്ചുകൂടെ ഡെപ്തിൽ ന്യൂമോണിയ ആണ് വരണമെങ്കിൽ, അല്ലെങ്കിൽ ആബ്സസുകളാണ് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ആണെങ്കിൽ സ്റ്റെഫൈലോകോക്കൻ ആയിരിക്കും. അതാണ് അത് തമ്മിലുള്ള വേരിയേഷൻ. ഇപ്പൊ ബാസിലിനും ട്യൂബർക്കുലിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ട്യൂബർക്കുലും പെരിഫറൽ ലെവലിലുള്ളതായിരിക്കും. ബാസിലിനും ആണെങ്കിൽ ലങ് ഇൻസൈഡിലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ചില പിള്ളേർക്ക് ജലദോഷം ഒന്നുമില്ലാതെ, പനിയും ജലദോഷം ഒന്നുമില്ലാതെ പെട്ടെന്ന് ന്യൂമോണിയ വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചുമ ഡെവലപ്പ് ചെയ്യുക, 2 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ടയേർഡ് ആകുക. അവിടെ ട്യൂബർക്കുലത്തിന് പകരം ബാസിലിനാണ് എഫക്റ്റ്. അങ്ങനെ ഒരു കോ റിലേഷൻഷിപ്പ് ഈ 4 മെഡിസിനും കൂടെ ഉണ്ട്. സാറേ സ്ലൈഡ് മാറിയിട്ടില്ലേ? ഫൈനസിലാണ് നിൽക്കുന്നത്. അല്ല, സ്ലൈഡ് മാറാൻ കാലിയുടെ ഞാൻ കമ്പയർ ചെയ്ത് പോയത് കൊണ്ടാണ്. കാലിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് ഡീജനറേഷൻ, റുമാറ്റിസത്തിൽ മാത്രമല്ല, ഡിസ്ട്രക്ട് മോസ്റ്റ് സിഫിലിറ്റിക് മെഡിസിനാ. രണ്ട് കമ്പോണന്റ് ആണ്, കാലിയ ആൻഡ് അയഡും. അയഡം ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സൈക്കോട്ടിക് മെഡിസിനാണ്. കാലി വളരെ ഡീപ്പായിട്ടുള്ള ഒരു സോറിക് ഓർ ട്യൂബർക്കുലർ മെഡിസിനാണ്. ഈ ഒരു കോമ്പിനേഷൻ, എവിടെ ക്യാൻസർ ഉണ്ടോ, എവിടെ എഫ്യൂഷൻ ഉണ്ടോ, പ്ലൂറസി വിത്ത് എഫ്യൂഷൻ, നീ ജോയിന്റ് വിത്ത് എഫ്യൂഷൻ, എവിടെ എഫ്യൂഷൻ ഉണ്ടോ, ഈവൻ ഇൻ സെറിബ്രൽ കോംപ്ലിക്കേഷനിൽ, ബ്രെയിൻ കോംപ്ലിക്കേഷനിൽ പോലും ട്യൂബിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ, കാലിയുടെ വളരെയേറെ സ്കോപ്പുള്ള ഒരു മെഡിസിനാണ്. അതിന്റെ മയാസമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന മൊഡാലിറ്റി. ഡീജനറേറ്റീവ് റുമാറ്റിസം, എഫ്യൂഷൻ വിത്ത് ഭയങ്കര ഹ്യൂജ് സ്വെല്ലിംഗ് ആയിരിക്കും, മെഡോർണം പോലെയാണ്. ഈ മെഡോർണത്തിന്റെ സ്വെല്ലിങ് വലിയ സ്വെല്ലിംഗ് ആയിരിക്കും, മുട്ടൊക്കെ ഭയങ്കരമായിട്ട് വലുതായിട്ടിരിക്കും, പക്ഷെ പെയിൻലെസ് ആയിരിക്കും. പെയിൻ ഉണ്ടെങ്കിൽ ഡേ ടൈമാണ്, മൂവ്മെന്റ് അഗ്രവേഷൻ ആണ്, നൈറ്റില് റെസ്റ്റില് റിലീഫാ. മോർണിംഗ് ടു ഈവനിങ് ആണ് മെഡോർണത്തിന്റെ അഗ്രവേഷൻ. കാലിയുടെ ആണെങ്കിൽ നൈറ്റ് അഗ്രവേഷനാണ്. ഹൈപ്പർട്രോഫിഡ് ജോയിന്റ്, ഡാംപ് അഗ്രവേഷൻ, നൈറ്റ് അഗ്രവേഷൻ. ലൈങ് ലെഫ്റ്റ് സൈഡ് മെഡിസിൻ ആണ്. അതുപോലെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള മെഡിസിൻ ആണ് പൈറ്റുലക, റൈറ്റ് സൈഡ്. കാലിയയുടെ അത്രയും ഡീപ്പ് പതോളജി ഇല്ല, പക്ഷെ കാലിയയുടെ പോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ. പക്ഷെ എഫ്യൂഷൻ കുറവാണ്, എഫ്യൂഷൻ കൂടുതൽ റൈറ്റ് സൈഡിൽ ബ്രയോണിയയ്ക്കാണ്. പൈറ്റുലയ്ക്ക് അത്രയും എഫ്യൂഷൻ ഉള്ള ഒരു പതോളജി ഇല്ല.
ഇപ്പൊ എഫ്യൂഷനുള്ള പതോളജി റൈറ്റ് ആണെങ്കിൽ ബ്രെയിൻ, ലെഫ്റ്റ് ആണെങ്കിൽ കാലിയായിട്ടായിരുന്നു. ഇപ്പൊ ലങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ബോത്തും കൂടെ വെക്കാം. ഈ സെയിം മയാസം വിത്ത് ട്യൂബർക്കുലർ ഇൻഫ്ലേഷൻ ഉള്ള ഒരു മരുന്നാണ് ഇപ്പോസാനിയം. ഇതൊക്കെ നമുക്ക് CA ലങ്ങിലൊക്കെ വളരെ വളരെ നല്ല പോലെ ഉപയോഗിക്കാവുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും റിക്കറന്റ് ആയിട്ടുള്ള ഫ്ലൂറസി വിത്ത് എഫ്യൂഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഈവൻ റേഡിയേഷൻ കഴിഞ്ഞാൽ പോലും നമുക്ക് ഒത്തിരി ഒത്തിരി നന്മ ചെയ്തു കൊടുക്കാൻ ജനത്തിന് സാധിക്കുന്നു. ഇപ്പൊ ഡീജനറേഷൻ വിത്ത് എഫ്യൂഷൻ വിത്ത് സ്വെല്ലിംഗ്, ഹൈപ്പർട്രോഫീഡ്, നൈറ്റ് അഗ്രവേഷൻ, ഡാംപ് അഗ്രവേഷൻ, റൈറ്റ് സൈഡ് അഗ്രവേഷൻ, ഓസ്റ്റോഫൈൽ സെഡിമെന്റേഷൻ. ഓസ്റ്റോഫൈൽ സെഡിമെന്റേഷൻ നമുക്ക് എക്സ്റേ എടുക്കുമ്പം ഒത്തിരി ഓസ്റ്റോസൈറ്റ്സ് വന്നിട്ട് കാല് മുറിച്ച് കളയണമെന്നൊക്കെ പറയുന്നു. ഓപ്പറേഷനാണ് നല്ലത് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ഇതിനെപ്പറ്റി. പിന്നെന്താ വിത്ത് ഡിഫോമിറ്റി. ഡിഫോംഡ് ആയിപ്പോ മാറ്റുമായിട്ട് നമ്മുടെ ഒരു തെറാപ്പറ്റിക് മെഷേഴ്സ് മയാസ്മാറ്റിക് കൊടുത്തില്ലെങ്കിൽ ഡിഫോമിറ്റി ഡെഫിനിറ്റ്. ഇപ്പൊ നടക്കുമ്പം ഒത്തിരി ഗോഷ്ഠികൾ വരും, അതിന്റെ കൂടെ ഉള്ള സഫറിങ്സ് വരും, വലിപ്പം കൊണ്ട് പാൻറ് പോലുള്ള ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ടോട്ടലി അവരുടെ റൊട്ടീൻസ് ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഹോമിയോപ്പസിന് അത്ഭുതകരമായിട്ടുള്ള ഒരു നന്മ അവർക്ക് ചെയ്തു കൊടുക്കാനും അവരെ തിരിച്ച് ഗ്രാജുവലി ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു മെഡിസിനാണ് കാലിയാഡൈഡ്. എല്ലാവരും ഒരാഴ്ച എടുത്ത് കാലിയാഡൈഡ് പഠിച്ച് തറവാക്കണം. അത് ഈ റുമാറ്റിസത്തിന് മാത്രമല്ല, ഏത് പതോളജി വന്നാലും, ഈവൻ CA ആണെങ്കിലും എന്ത് വന്നാലും നമുക്ക് കാലിയാഡൈഡിനെ ഒരിക്കലും ബഹുമാനത്തോടുകൂടി മാത്രമേ കാണാനും വായിക്കാനും ചെയ്യാനും പറ്റും. കാലിയാഡൈഡ് വെറുതെ ആവശ്യമില്ലാതെ വാരി കൊടുക്കരുത്. ജോർജ് വിത്തൽകോഷ് പറയണത് ഒരാളിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കാലിയാഡൈഡ് 1 എണ്ണമോ കൊടുത്താൽ മതി 2-3 ദിവസം. ഒരു പതോളജി ഉള്ള ആളിൽ. അപ്പൊ അത്രയും ഡീപ്പ് സീറ്റഡ് അഫെക്ഷൻ ഉള്ള ഒരു മെഡിസിനാണ് കാലിയാഡൈഡ്. യു ഹാവ് ടു സ്റ്റഡി വിത്ത് 3 or 4 ബുക്സ്. കമ്പാരിറ്റീവ് ലില്യന്താള്, ബോറിക്ക്, ദുബായ്, മയാസ്മാറ്റിക് കൺവേർഷൻ ഓഫ് ഡോക്ടർ ബാനർജി, ഈ ഗ്രൂപ്പ്, അങ്ങനെയെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കും. ഡിഫോമിറ്റി, അഡ്വൈസ് റീപ്ലേസ്മെന്റ്. അപ്പൊ ഈ മയാസ് ഒക്കുവാണെങ്കിൽ നമുക്ക് ഒരു സർജറി ഒഴിവാക്കാൻ പറ്റും. മയാസ് ഒക്കണം. കാലിയാഡൈഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, പേഷ്യന്റ് തെർമൽ തൊട്ടുള്ള മയാസം വേണം, അവരുടെ മനസ്സ് വേണം. അതെല്ലാം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെർത്തിഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ. ദെൻ മെഡോർണിൻ. ഗൗട്ടി സ്വെല്ലിംഗ് ഇൻ ലോവർ ജോയിന്റ്സ്, റെസ്റ്റ്ലെസ് ലൈക്ക് സിങ്കം. റെസ്റ്റോക്സും സിങ്കമെറ്റും മെഡോർണും തമ്മിലുള്ള കമ്പാരിസണിൽ റെസ്റ്റോക്സ് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ് റിലീഫ്. അതിനകത്ത് ചില പുസ്തകങ്ങൾ പറയുന്നുണ്ട് റെസ്റ്റോക്സിനും കണ്ടിന്യൂസ് മൂവ്മെന്റ് കഴിഞ്ഞ് കുറെ കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ആ റിലീഫ് പോകുന്ന. സിംഗത്തിന് ഫസ്റ്റ് മൂവ്മെന്റ് റിലീഫും കണ്ടിന്യൂസ് മൂവ്മെന്റ്, ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷനും കണ്ടിന്യൂസ് മൂവ് ടു ബി എപ്പോഴും അവര് കോൺസ്റ്റന്റ് മൂവിങ് ഇഷ്ടമാണ്. ഒരു ഫിസിക്കൽ ലെവൽ കോൺസ്റ്റന്റ് മൂവിങ് ഇഷ്ടമാണെങ്കിൽ സിംഗമെറ്റും, മെന്റൽ ലെവലിലാണെങ്കിൽ തെറപ്പിലാക്കി പഠിച്ചു. അപ്പൊ റൊമാറ്റിസ് ആണോ സൈക്കിക് ആണോ എന്നുള്ള കേസ് പഠിച്ചിട്ടാണ് ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ജോയിൻസ് പെയിൻ അഗ്രവേഷൻ റെസ്റ്റ്. എന്താ മെഡോർണ ഇസ് എ ഡീപ് സീറ്റഡ് സൈക്കോട്ടിക് മെഡിസിൻ. ഡേ ടൈം അഗ്രവേഷൻ, കണ്ടിന്യൂ മൂവ്മെന്റ് റിലീഫ്. ഏറ്റവും കൂടുതൽ സൈക്കോട്ടിസത്തിൽ മൂവ്മെന്റ് റിലീഫ് ഉള്ള 2 മെഡിസിനാണ്, ഒന്ന് നാട്രമോറും ഒന്ന് മെഡോറും. റെസ്റ്റ് റിലീഫ് ഉള്ള 2 മെഡിസിനാണ്, ഒന്ന് എപ്പിസും ഒന്ന് ബ്രയോണിയും. സ്വെല്ലിംഗ് വിത്ത് ഡീജനറേഷൻ വിതൗട്ട് ഡിസ്ട്രക്ഷൻ, അതാണ് കാലിയാഡൈഡും ഇതും തമ്മിലുള്ള വ്യത്യാസം. അതാണ് സ്വെല്ലിങ്ങേ ഉള്ളൂ. ബ്രയോണിയുടെ സിംറ്റംസ് ഉണ്ട്, പക്ഷെ റെസ്റ്റ് അഗ്രവേഷൻ ആണ്. അവിടെ ഒരിക്കലും നമ്മൾ ഫൈറ്റിലൊക്കെ ആയിട്ട് മെഡോർണത്തിനെ കമ്പയർ ചെയ്യും. എൻ്റയർലി ഡിഫറെന്റ് മയാസ്. സ്ട്രെപ്റ്റോകോക്ക്, ഫസ്റ്റ് മൂവ്മെന്റ്, പാൽപിറ്റേഷൻ, റെഡ്നസ്, ബ്ലഡി സ്റ്റൂൾ, ബ്ലീഡിംഗും റിക്കറൻസ് ആണ്. നേരത്തെ ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു.
Then separate arthritis. ആർത്രൈറ്റിസ് വന്നിട്ട് സ്വെല്ലിങ് വന്ന് ഫ്ലൂയിഡ് വന്ന് ഫീവറും പെയിനും ഒക്കെ ആയിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉൾക്കൊള്ളുന്നത് ഒരു അസുഖമാണ് സപ്പറേറ്റീവ് ആർത്രൈറ്റിസ്. എല്ലായിടത്തും ലോക്കലൈസേഷൻ കാണും, സ്വെല്ലിംഗ് വിത്ത് വിതൗട്ട് പെയിൻ ഓർ വിത്ത് പെയിൻ, മൂവ്മെന്റ് അഗ്രവേഷൻ, ഇതൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ സപ്പറേറ്റീവ് അവസ്ഥയിലോട്ട് വരുന്ന മരുന്നുകളാണ് ഇനി പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പഴുപ്പ് വരാം, റെഡ്നസ് വരാം, സൂക്ഷിച്ചില്ലെങ്കിൽ ആബ്സസ് വരാം, ആസ്പിറേറ്റ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ ആന്റിബയോട്ടിക്സ് ഫലപ്രദമായിട്ട് ചെയ്തില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ വരുന്ന കേസിൽ ശ്രദ്ധയോടുകൂടെ ഹോമിയോപ്പതിക് തെറാപ്പറ്റിക്സ് നമുക്ക് ആ പേഷ്യന്റിനെ രക്ഷിക്കാൻ സാധിക്കും. ആക്ടിയസ് ആക്സിപെറ്റ് കയ്യിലുള്ള ഏറ്റവും കൂടുതൽ കയ്യിൽ സ്മോൾ ജോയിന്റ്സിൽ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ആക്ടിയസ് പിക്കേറ്റ. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് കോളോപൈലം. കോളോപടി ആക്ടിയസ് പിക്കേറ്റയ്ക്ക് ഫിക്സഡ് പെയിൻ ആണ്, മൂവ്മെന്റ് അഗ്രവേഷൻ ആണ്, റേഡിയേഷൻ ഇല്ല. പക്ഷെ കോളോപൈലത്തിന് മൈഗ്രേറ്റിംഗ് പെയിൻ, വയറ്റിലൊക്കെ ഷിഫ്റ്റിംഗ് പെയിനാണ്. വേറെ കുറച്ച് മെഡിസിൻസ് ഉണ്ട് നമുക്ക് ഡ്യൂ കോഴ്സിൽ കമ്പയർ ചെയ്യാം. ബെൻസോയിക് ആസിഡ്, ഇതിന് ക്രാക്കിങ്, ഫ്ലൂയിഡ് കഴിഞ്ഞിട്ട് ഓസ്റ്റോസൈറ്റ്സിന് ഇൻഫെക്ഷൻ വന്ന് ഇൻഫെക്ഷൻ മാറി കഴിയുമ്പോൾ ക്രാക്ക് ചെയ്യും. അതാണ് ബെൻസോയിക് ആസിഡിന്റെ യൂറിന്റെ ഗൗട്ടി, നോഡോസിസ്, റെഡ്നെസ്, പെയിൻഫുൾ. ദെൻ അറ്റിക്ക യൂറിൻസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഹിഡിയോമ വളരെയേറെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ്. തമ്പ് റൂമാറ്റിസത്തിനകത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, തമ്പിന്റെ റൂട്ടിൽ ഭയങ്കരമായിട്ട് സെല്ലിങ് വെച്ചിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല, അടുക്കള ജോലി ചെയ്യാൻ പറ്റില്ല. കാര്യം തമ്പ് പെയിൻഫുൾ ആയി കഴിഞ്ഞാൽ എല്ലാം പോയില്ല. എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഡിഫോമിറ്റീസ് അവരുടെ പോസ്റ്ററിൽ ഉണ്ടാക്കാവുന്ന ഒരു മെഡിസിനാണ് ഹിഡിയോമ. ജിൻസങ്ങും ഗെറ്റിസ്ബർഗ് വാട്ടറും ചെറിയ മയാസ്മറ്റ്. ജിൻസങ് ഒരു സൈക്കോ സിബിലിറ്റിക് മെഡിസിൻ ആണ്. ഗെറ്റിസ്ബർഗ് വാട്ടർ പ്യൂർലി സൈക്കോട്ടിക് മെഡിസിൻ. ആ മയാസത്തിലെ ഡിഫറൻസിൽ ജിൻസങ്ങും ഗെറ്റിസ്ബർഗ് വാട്ടറും നമുക്ക് സ്റ്റിഫ്നെസ്സിന് കൊടുക്കാവുന്നതാണ്. എവിടെയെങ്കിലും സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ. അമോണിയം മോർ ബാക്ക് പെയിൻ വിത്ത് എക്സ്റ്റെൻഡിങ് ടു ബോത്ത് സൈഡഡ് സയാറ്റിക്ക, അല്ലെങ്കിൽ നമ്മളെന്താ തൊടയിലെ മസിലായ ആംസ്ട്രിങ് മസിലിന്റെ റൂമാറ്റിസത്തിനാണ് അമോണിയം മോർ ഏറ്റവും കൂടുതൽ. അമോണിയം മോറിന്റെ പ്രത്യേകത സ്റ്റാൻഡിങ് അഗ്രവേഷൻ, കൂടുതൽ നിൽക്കാൻ പറ്റില്ല. വലേറിയാനായും അമോണിയം മോറുമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡിങ്ങും എവേക്കിങ്ങും വാക്കിംഗ് ഫസ്റ്റ് മൂവ്മെന്റും അഗ്രവേഷൻ. സ്റ്റിക്റ്റയുടെ പതോളജി കോവിഡ് വന്നിട്ടുള്ള പതോളജി, ഒരു ഡീപ്പ് വൈറലായിട്ടുള്ള മൾട്ടി ലെവൽ സിസ്റ്റം ഡീജനറേഷനും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നവരിൽ വരുന്ന ഗൗട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് സ്റ്റിക്റ്റ വളരെ എഫക്റ്റീവ് ആണ്. സ്റ്റിക്റ്റയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നോക്കിയാൽ മതി. ഭയങ്കര ചൂടായിരിക്കും, സ്വെല്ലിംഗ് ഉണ്ടാകും, അവരുടെ കോൺകോമിറ്റൻസിൽ ചുമയുണ്ടാകും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്രോങ്കിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, ഗ്രാജുവലി സ്റ്റിഫായി പോവുകയും ചെയ്യും. അപ്പൊ ഈ 3-4-5 കാര്യങ്ങൾ സ്റ്റിക്റ്റ് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കാം. ആക്ടിയാറിസ്മോസ ഷോൾഡർ റൊമാറ്റിസം വിത്ത് ഷോൾഡർ മസിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. സെർവിക്കൽ സ്പോണ്ടൈലോസിസ് വിത്ത് സ്റ്റിഫ്നെസ്, ക്രാംസ് ആണ് ആക്ടിയാറിസ്മോസിൽ. 2 മെഡിസിനാണ് ക്രാംസിലുള്ള കുപ്രമെറ്റും, ഒന്ന് ആക്ടിയാറിസ്മോസ്. റാമിനസ് കാലിഫോർണിയ, നമുക്ക് തെറ്റായി പോകുന്ന 2 മെഡിസിനാണ് റഫാന സദൈവായും റാമിനസ് കാലിഫോർണിയ. ഒന്ന് അസിഡിറ്റിയുടെ മരുന്നാണ്, ഒന്ന് റിസ്റ്റ് ജോയിന്റ് റൂമാറ്റിസത്തിനുള്ള മെഡിസിൻ. റിസ്റ്റ് ജോയിന്റിന്റെ മൂവ്മെന്റിൽ വരുന്ന ആർത്രൈറ്റിസിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റാമിനസ് കാലിഫോർണിയ 30 റിപ്പീറ്റഡ് ഡോസ് കൊടുത്താൽ വളരെയേറെ ഗുണം കിട്ടും. പിന്നെ സ്റ്റെലേറിയ നമ്മൾ നേരത്തെ പറഞ്ഞു, സോറിയാറ്റിക് ആർത്രൈറ്റിസ്. ദെൻ കോൾസിക്ക. ആർണിക്കയുടെ മസ്കുലാർ സിംറ്റംസ് ആണ് കോൾസിക്ക. നമ്മൾ തൊടാൻ സമ്മതിക്കത്തില്ല, തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ വലിക്കും. ഭയങ്കര റെഡ്നെസ് ഉണ്ടാകും, എസ്പെഷ്യലി തമ്പ് ആൻഡ് ജോയിന്റ്സ് ആൻഡ് ബിഗ് ടോസ്. അതിന്റെ യൂറിൻ, അതിന്റെ ഫുഡിനോടുള്ള അവേർഷൻ, അതെല്ലാം നോഷിയൊക്കെ നമുക്ക്
സെപ്പറേറ്റീവ് ആർത്രൈറ്റിസിൽ കോൾസിക്കത്തിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട് പഠിച്ചായിരുന്നു. ഓക്കെ, ഇത് നമ്മള് കഴിഞ്ഞ ദിവസം കാണിച്ച ഇതൊരു കോൾസിക്കൻ കേസാണ്. ഫസ്റ്റ് മറ്റേത് സ്റ്റിക്റ്റ കണ്ടില്ല, അതിന്റെ റെഡ്നെസ് ഉണ്ട്, സെൻസിറ്റീവ്നെസ് ഉണ്ട്, ഹോട്ട് ഫീലിംഗ് ഉണ്ട്, കൊറോണയ്ക്ക് ശേഷം ഉണ്ടായത്. താഴെ അമോണിയം ഫോസ്, അതിന്റെ ക്യൂർ, അതിന്റെ എക്സ്റേയിലുള്ള സൈനാണ് കണ്ടത്. അതിന്റെ അക്യൂട്ട് സ്റ്റേജിൽ നമ്മുടെ അടുത്ത് വന്നപ്പോഴുണ്ടായിരുന്നത്, നമ്മൾ അതിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ റിലീഫ് എക്സ്റേയിലും ഉള്ള അതിന്റെ ഒരു വിസിൽ ഫോസ്. ഓക്കെ, ഇനി നമ്മള് ഇവിടെ ഡിസ്കസ് പറഞ്ഞു. ഇതിലെ മൂന്നാമത്തെ പടത്തില് കാണുന്ന ഇത് താഴെ റൈറ്റ് താഴെ ആ വിരൽ അങ്ങനെ വളഞ്ഞു വരുന്നതിന്റെ അതങ്ങനെ വരുന്ന കാരണം അതിന്റെ കാര്യം അവിടെ പിന്നെ ഓസ്റ്റിയോസൈറ്റ്സ് കൂടിയിട്ട് അതിനകത്ത് 3 ഡിഫറൻസിയേഷൻ അല്ല. അക്യൂട്ട് ഇൻഫ്ലമേഷൻ കഴിച്ച് ഓസ്റ്റിയോസൈറ്റ്സ് ഡിപ്പോസിറ്റ് ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ വരുന്ന. ഗൗട്ട് ആണെങ്കിൽ നമുക്ക് ആസിഡ് ബെൻസോയിക്ക് വരും. ആർത്രൈറ്റിസ് ആണെങ്കിൽ കോൾസിക്കം വരും. ഇവിടെ ഇത് പെയിൻലെസ് ലോക്കലൈസ്ഡ് ആണ്. അമോണിയം ഫോസ്, കാൽക്കറിയ ഫ്ലൂ. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന വേറൊരു അനാൽജസിക്, ആസ്പിരിൻ പോലെ അൾട്രാസെറ്റ് പോലെ ഗുണമുള്ള ഒരു യൂണിവേഴ്സൽ അനാൽജസിക് ആണ് റുമാറ്റിസിനകത്ത്. പെട്ടെന്ന് ഓർക്കും പറയാം. ദെൻ നമ്മള് പലപ്പോഴും എഴുന്നേറ്റിട്ട് നടക്കാൻ പറ്റാതെ കാലിങ്ങനെ വട്ടി പോലെ ഇരിക്കുന്നതുകൊണ്ട് അവർ വലിച്ചു വെക്കും. അപ്പൊ നമ്മൾ ആ റുമാറ്റിസം സ്റ്റഡി ചെയ്താൽ അറിയാം, ഈ നീയുടെ പുറകിലുള്ള ആംസ്ട്രിങ് മസിൽസ് ഷോർട്ടായി പോണതാണ്. പോപ്പുലേറ്റഡ് സ്പേസ് സ്റ്റിഫായിട്ട് വരും. അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ടെലൂറിയോ, സ്റ്റിഫ്നെസ് ഓഫ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി നീ ഓർ ഹോളോ ഓഫ് നീ. ഏതായിരുന്നു സാറ് മരുന്ന്? ടെലൂറിയം. പൊട്ടൻസി ടെലൂറിയം 200 2 ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്താണ്. പിന്നെ ഏക്കിംഗ് വിത്ത് ക്രാക്കിംഗ് ആസിഡ് ബെൻസോയിക്കാണ്. ഏക്കിംഗ് റേഡിയം ബ്രോമൈഡ്. ഏക്കിങ്ങും ക്രാക്കിംഗ് കൂടെ ഉണ്ടെങ്കിൽ ഏക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് റേഡിയം ബ്രോമൈഡും, ഏക്കിംഗ് സ്വെല്ലിംഗ് ആസിഡ് ബെൻസോയിക്കും. ദെൻ റൂട്ട നല്ല മെഡിസിൻ. ആർണിക്കായ, കാൽക്കാരിയ ഫ്ലോറും റെസ്റ്റോക്സും കൂടെ ഉള്ള 3 മൊഡാലിറ്റി ഒന്നിച്ച് വരുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് റൂട്ട. 3 മെഡിസിനും കൂടെ കൊടുക്കാൻ നമുക്കൊരു, പണ്ട് നമ്മൾ പൈറ്റിലൊക്കെയുടെ കാര്യം പ്രയറി സ്റ്റോക്സ് എന്ന് പറഞ്ഞ പോലെ 3 മൊഡാലിറ്റിയും കൂടെ ഒന്നിച്ച് വരുന്നതാണ് റൂട്ട, ആർണിക്ക, കാൽക്കാരിയ ഫ്ലോർ ആൻഡ് റെസ്റ്റോക്സ്. തടവിയാല് ശരിക്കും കുഴമ്പൊക്കെ ഇട്ട് തടവിയാല് ഗുണം കിട്ടുന്ന കൂടുതലും സൈക്കോട്ടിക് മയാസത്തിലാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള കൽക്കറിയ ഫ്ലൂറും പ്ലംബം വെറ്റും മാക്ഫോസും ആയിരിക്കും. കുഴമ്പിട്ട് തടവിയാൽ ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ പണ്ട് റബ്ബിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ അതും നമുക്കൊരു എയർ പെക്യുലർ സിംറ്റം ആയിട്ട് എടുത്തിട്ട് ഐഡിയൽ ആയിട്ടുള്ള മരുന്ന് കണ്ടെത്താൻ പറ്റും. കാൽക്കറിയ ഫ്ലോറും പ്ലംബവും മാക്ഫോസ്. പിന്നെ ക്രോണിക് ആർത്രൈറ്റിസിൽ ചിലർക്ക് അൺഹീൽഡ് അൾസറേഷൻ വരും, പൊറുക്കത്തില്ല. കാര്യം വാസ്കുലാരിറ്റി കുറഞ്ഞ് നെക്രോസിസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ടിഷ്യൂസ് വന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള മെഡിസിനും ഒക്കെ ഒത്തിരി കഴിച്ചു വരുമ്പം അൺഹീൽഡ് അൾസറേഷൻ ഓഫ് ദ ജോയിന്റ്, എൽബോ ആൻഡ് നീ വരുന്ന റുമാറ്റിസത്തിന്റെ കൂടെ വരുന്ന അൾസറേഷനിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്
റേഡിയം ബ്രോമൈഡ്. അപ്പൊ അവിടെ റേഡിയം ബ്രോമൈഡ് നമുക്ക് ചിന്തിക്കാം, ഇത് റെയർ പെക്യുലർ സിൻഡ്രോം. റുമാറ്റിസം വിത്ത് അൺഹീൽഡ് അൾസറേഷൻ. റേഡിയത്തിന്റെ പൊട്ടൻസിയും കൂടെ ഒന്ന് പറയാം സർ. റേഡിയം ബ്രോമൈഡ് റുമാറ്റിസത്തിലാണെങ്കിൽ 200 കൊടുക്കാം. പിന്നെ സാങ്കനേറിയയ്ക്ക് ഒരു വലിയ സിംറ്റം ഉണ്ട്. സാങ്കനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും, പക്ഷെ നമ്മളൊന്ന് തടവിയാൽ മതി, ആ പെയിൻ അവിടുന്ന് വാനിഷ് ചെയ്ത് പോകുന്നവർ. ഇത് കീനോട്ട് സിംറ്റമാണ്. സിവിയർ പെയിൻ ഇൻ ജോയിന്റ് വാനിഷസ് വെൻ ടച്ചിങ് ഓർ റബ്ബിങ്. വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ, വെയിറ്റ് പൊക്കി നടുവെട്ടൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് സാങ്കനേറിയ. ഡെൽറ്റോയിഡ് റുമാറ്റിസം റൈറ്റ് ആണെങ്കിൽ, ഡെൽറ്റോയിഡ് മസിൽ ആണെങ്കിൽ റൈറ്റ്, സാങ്കനേറിയൻ ലെഫ്റ്റ്, സ്മോസ്കിറ്റ് ആയി. ഓക്സാലിക് ആസിഡ് പോലെ സബ്സപ്പറിലായിരിക്കും തിങ്കിങ് അബൌട്ട് എലിമെന്റ്സ് അഗ്രവേഷൻ. അഗ്രവേഷൻ ഉണ്ട് സബ്സപ്പറിലാണ്. റുമാറ്റിസം വിത്ത് യൂറിനറി, കൂടുതലും സ്റ്റോൺ ഒക്കെ ഉള്ളവരിൽ വരുന്ന ആർത്രൈറ്റിസ് ആണ്. തിങ്കിങ് അബൌട്ട് എലിമെന്റ്സ് അഗ്രവേഷൻ സബ്സപ്പറിലാണ്. വാട്ട് അബൌട്ട് സെപ്പിയ? വാണ്ടറിങ് റൊമാറ്റിസം ആയിരിക്കും എന്ന് പറഞ്ഞു. വാണ്ടറിങ് റൊമാറ്റിസം റിലീഫ് ബൈ ബാക്കിംഗ് ഫാസ്റ്റ്ലി. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ആയിട്ട് പുറത്തു പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര റിലീഫ് ആയിരിക്കും. ഇൻസൈഡ് ഹൗസ് ആണെങ്കിൽ അഗ്രവേഷൻ വരും. മെന്റലിയൻ ഗൈഡ്, കമ്പാനിയൻഷിപ്പ്, മേലെങ്കിലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതാണ് സെപ്പിയാൾ റുമാറ്റിസം. വാണ്ടറിങ് റുമാറ്റിസം വിത്ത് റിലീഫ് ബൈ വാക്കിംഗ് ഫാസ്റ്റ്ലി. ഹെറിഡിറ്ററി റുമാറ്റിസം. ഹെറിഡിറ്ററി റുമാറ്റിസം വിത്ത് സിഫിലിറ്റിക്. പോസിറ്റീവ് 18 കിടക്കും. സൈലീഷ്യ എങ്ങനെയാണ്? തണുത്തതേ കഴിക്കത്തുള്ളൂ. നമുക്ക് കമ്പയർ ചെയ്യുമ്പം സാനിക്കുല, സൈലീഷ്യ, സെപ്പിയ, കൽക്കേറിയ കാർബ്, കാർബോ ആനിമൽസ്, അങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കമ്പയർ ചെയ്ത്. കൽക്കേറിയ കാർബ് മെലിഞ്ഞാൽ എന്താകും? തൂരയാകും. കൽക്കേറിയ കാർബ് മെലിഞ്ഞിട്ട് ഗ്ലാൻഡുലൽ എൻലാർജ്മെന്റ് ഉണ്ടോ, തൈറോയിഡ് അല്ലെങ്കിൽ ഗോയിറ്റർ ഉണ്ടോ, ബ്രസ്റ്റ് ലംബ് ഉണ്ടോ, ഫൈബ്രോയിഡ് ഉണ്ടോ? കാർബോ ആനിമൽ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. കൽക്കേറിയ ഫോസും സൈലീഷ്യയും ഫോസ്ഫറസും ഒരുപോലെ ഇരിക്കും. ചെറിയ ഡിഫറൻസ് അവരുടെ ക്യാരക്ടറിൽ വരും. പഴയ അവരുടെ ജീവിച്ചു വന്ന സാഹചര്യം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹെറിഡിറ്ററി റുമാറ്റിസം, സൈലീഷ്യ is the best medicine with gouty nodosis, especially tender sole. ആന്റിഗ്രൂഡം കഴിഞ്ഞാല് റുമാറ്റിസം വിത്ത് ടെൻഡർ സോള്, ചെരുപ്പില്ലാന്ന് നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൺസൾട്ടിങ് റൂമിൽ ചെരുപ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ചെരുപ്പിട്ടേ അവർ കയറത്തുള്ളൂ. ദ ബെസ്റ്റ് ക്ലൂ ഫോർ സൈലീഷ്യ. പിന്നെ സൈലീഷ്യയുടെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അങ്ങനെ 5th and 6th ഡീജനറേഷൻ ഉണ്ടെങ്കിൽ, എക്സ്റേയില് 5th and 6th ഡീജനറേഷൻ ഉണ്ടെങ്കിൽ സൈലീഷ്യ. അതിന്റെ മുകളിലാണെങ്കിൽ എക്സ്റേയും ചിനിയൻ സൾഫ്. അതിന്റെ താഴെ 7th മാത്രം ചിനിയൻ സൾഫ്. 8 കൊടുക്കണം. എൻ്റെ സ്പൈൻ ഉണ്ട്, ഏജ്ഡ് ആണ്, IVDP ഉണ്ട്, നാരോയിഞ്ഞോത്ത് ലൂമിനോം വർട്ടിപ്രായം ഉണ്ട്. ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് റച്ചിനിയം ഫോസ്. ഏതാ സർ?
സ്ട്രെച്ചിനിയം പോസ് അതിന് പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? സ്പൈനൽ അനീമിയ. സ്പൈനൽ ഇസ്കീമിയ എന്നൊക്കെ പറയാൻ നോക്കും. സ്ട്രെച്ചിനിയം പോസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. പൊട്ടൻസി 3x. സാറേ നമുക്ക് 10 മണി 1 ആയി. മിനിറ്റും കൊണ്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുണ്ടോ സാറേ? ഇനിയുണ്ട്. അങ്ങനെ ഇത് തീരത്തില്ലല്ലോ. ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ, ഒരു 10-12 മെഡിസിൻ കൂടെ ഉണ്ട്. തൽക്കാലം ഇത്രയൊക്കെ മതി. ബാക്കി ഹൗ ടു സ്റ്റഡി, ഹൗ ടു കമ്പാരിസൺ, ഏതെല്ലാം മയാസ് ഇൻവോൾവ് ആണ്, മരുന്ന് ഇൻവോൾവ് ആണ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുവിധം ആർത്രൈറ്റിസ് വിദഗ്ധരാകാനുള്ള എല്ലാ ക്ലൂവും ഞാൻ തന്നിട്ടുണ്ട്. എന്റെ 40 years എക്സ്പീരിയൻസ് ഞാൻ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുക. അപ്പൊ ഇനി ജാതകം നോക്കിയാൽ മതി. ആർക്കെങ്കിലും അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ they will become the greatest homeopaths in treating rheumatism. All the best. Any doubts so far? നന്ദി സാറേ. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും സാറിനോട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം വന്നിരുന്നു, കാലി എയ്ഡഡ് സാർ ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നതെന്ന്. കാലിയൈഡൈഡ് പൊട്ടാസ്യം അയഡൈഡ് ആണ്. കാലി സൈനേറ്റം പോലെ തന്നെ വളരെ ഡീപ്പ് ആക്ടിങ് ആണ്. സ്റ്റാർട്ട് വിത്ത് 30. ഗ്രാജുവലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യരുത്. ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് 200 കൊടുക്കുക. ലങ് പതോളയിലൊക്കെ ആണെങ്കിൽ ഞാൻ 0.1 ആണ് തോന്നുന്നത്. ഇമ്പ്രൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യാം, കൊടുക്കത്തില്ല. വെയിറ്റ് ആൻഡ് സീ. അതിനകത്ത് തെറാപ്പറ്റിക്സിൽ പറയണത് 80 ദിവസമാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. യെസ്, സുനിൽ രാജ് ഡോക്ടറെ എന്ത് പറയുന്നു? സാറ് സനൽകുമാർ ഡോക്ടർ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താല് ഉണ്ടല്ലോ, ആരോഗ്യ സുരേഷ് ഡോക്ടർ കൈപ്പൊക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാം. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. സൂര്യ ഡോക്ടർ ഉണ്ട്. ചോദിച്ചു സാർ. അല്ല സാറേ, നടുവെട്ടലിന് സാർ സാങ്കുനറി വന്നില്ല. അത് ഏത് പൊട്ടൻഷ്യൽ പറഞ്ഞില്ല? സാങ്കുനറിയായിട്ട് എണ്ണം സാങ്കുനറി ക്യാനല്ലേ? കനാഡൻസ്. നമ്മളാണ് നടുവെട്ടൽ എന്ന് പറഞ്ഞിട്ട് അനാൽജറ്റിക് ഇഞ്ചക്ഷൻ ഒക്കെ പോയി എടുത്തിട്ട് മാത്രം കുറയുന്ന ഒരു വേദനയുണ്ടല്ലോ. അവിടെ ഒരു അത്ഭുതം കാണിക്കാവുന്ന നമ്മുടെ ഒരു മെഡിസിനാണ് അറേണിയ ലോക്സോബോ എന്നും പറഞ്ഞ വേറെ മെഡിസിൻ ഉണ്ട്. നല്ല മെഡിസിനാണ്. അതിന്റെ റിപ്പീറ്റഡ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ 6 hours ഇഞ്ചക്ഷനലി ലോക്സോബോ. അറേണിയ ഡയാഡിമയിലെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആ വർഗത്തിൽ തന്നെ അത് 13-200 ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ സാറേ അതുപോലെ ഇപ്പൊ വെയിറ്റ് എടുക്കാതെ ചില കുനിഞ്ഞിട്ട് ക്രാക്ക് ഉണ്ടാകാം. സാങ്കനേറിയ നല്ലതാന്നാ പറയുന്നത്. വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിഞ്ഞപ്പോഴോ പെട്ടെന്ന് സ്റ്റിഫായി പോകും. അവർക്ക് പിന്നെ നടുവെട്ടി എന്ന് പറയും. കുനിഞ്ഞപ്പോഴും എന്ത് സാധനം എടുക്കാൻ കുനിഞ്ഞോ അല്ലെങ്കിൽ കുനിഞ്ഞോ നടുവെട്ടുന്നുണ്ടല്ലോ. ആണ്. അതിന്റെ മൂവ്മെന്റ് നോക്കിയാൽ മതി. അതിന്റെ മൊഡാലിറ്റി നോക്കിയിട്ട് അവരുടെ കിടപ്പ് ഇരിക്കും ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് വെച്ചാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ തെർമൽ റിയാക്ഷൻ വെച്ച് 2-3 മെഡിസിൻ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കും. ഡോക്ടർ ഇനി സുരേഷ് ഡോക്ടർ എന്തോ ചോദിക്കാനുള്ള അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം. സുരേഷ് ഡോക്ടറെ. സാർ നമസ്കാരം, കേൾക്കാമോ? നമസ്തേ സാർ. പെട്ടെന്ന് ഞാൻ ചോദിച്ചേക്കാം സാർ, ഈ സ്പൈനൽ അനീമിയ എന്ന് സാർ പറഞ്ഞല്ലോ, അത് എന്താ ഇതിന്റെ മീനിങ്? എന്താ സ്പൈനൽ അനീമിയ? സ്പൈനൽ അനീമിയ എന്ന് പറയുന്നുണ്ട്. സ്പൈനൽ അനീമിയ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഡീജനറേറ്റീവ് പതോളജി ഉള്ള ഏതെങ്കിലും വിധത്തിൽ ബാഡ് പൊസിഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി
ഇല്ല, അല്ലെങ്കിൽ സൈലീഷ്യ, കാൽക്കേറിയ, പോസൊക്കെ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ലേറ്റർ ഓൺ ഈ സ്പൈനലിന്റെ അടുക്കി വെച്ചിരിക്കുന്ന സ്പൈനൽ കോഡിന്റെ 32 കശേരുകളിൽ ഏതെങ്കിലും 2 എവിടെയെങ്കിലും തെറ്റിയാൽ, മാൽ പൊസിഷൻ, ഇരിപ്പുണ്ടോ, നടപ്പുണ്ടോ, ഇഞ്ചറി ഉണ്ടോ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് ജന്മനായോ ഒക്കെ വന്നാല് ഇതിന്റെ അലൈൻമെന്റ്സ് തെറ്റും. അലൈൻമെന്റ്സ് തെറ്റുമ്പോ എന്ത് പറ്റും? ഇത് എങ്ങോട്ടാണ് ചരിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ആ ചരിഞ്ഞ വശത്തിൽ ഒരു ഫ്ലക്ഷനും മറ്റൊരു റിലാക്സേഷനും വരുമല്ലോ സ്പൈനൽ കോഡിന്. അങ്ങനെ വരുമ്പം അവിടെ വാസ്കുലാരിറ്റി കുറയും. അതിനാണ് നമ്മൾ നാരോയിങ് ഓഫ് ദ ലൂമൻ ഓഫ് T3, 4, L2, L3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ MRI ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അവിടെ വാസ്കുലാരിറ്റി കുറയും, ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് കുറെ കൂടെ കഴിയുമ്പം അവിടുത്തെ ഈ നെർവ് ഹാർഡായിട്ട് ബോണിന്റെ ഇടയ്ക്കിരുന്ന് ജാമായി. അപ്പൊ സാർ അത്തരം കേസുകളിൽ ഒരു ഡീജനറേറ്റീവ് പതോളജി എവിടെയെങ്കിലും കാണിക്കണം അല്ലേ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ മയാസ്മാറ്റിക് മെഡിസിന്റെ കൂടെ സ്ട്രെച്ചിനിയം ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ മയാസ്മാറ്റിക് മെഡിസിനെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് എക്സ്റേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ MRI ചെയ്യുമ്പം ഈ ഡിഫോമിറ്റി മാറിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു ശരിക്കും സർജിക്കൽ കേസ് നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. സാർ അപ്പൊ അങ്ങനെയാണ് ബാക്ക് പെയിൻ വിത്ത് ലോവർ ലിംബ് വീക്ക്നെസ് എന്നൊക്കെ പറയുന്ന കേസുകൾ അങ്ങനെ കാണാൻ പറ്റുമോ? പിന്നെ അതിന് ശരിക്കും ഫോഴ്സ് മാറ്റി സ്ട്രെച്ചിനെയും കൊടുക്കണം 3 years. യെസ്. ഓക്കെ. അതാണ് അതിനകത്തുള്ള ഒരു നമ്മള് ഇപ്പൊ കാൽക്കേറിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർക്കൊരു ഗോയിറ്റർ ആണെങ്കിൽ നമ്മള് കാൽക്കേറിയ കാർബ് അല്ല കൊടുക്കേണ്ട, കാൽക്കേറിയ ആഡേഡ്. ഓക്കെ സാർ. ഒരു സിബിലിറ്റി കാലി ഗ്രൂപ്പ് മെഡിസിൻ ആണ്, ഹൗസ് ഓറിയന്റഡ് ആണ്, ചില്ലി ആണ്, വർക്കോളിക് ആണ്, വീട് ശരിക്കും നോക്കുന്ന ആളാണ്, ബിസിനസ് ഓറിയന്റഡ് ആണ്. ഒരു കാലി ഗ്രൂപ്പിലുള്ള ആളിനാണ് ഇത് പറഞ്ഞ കാലിയായിട്ട് ഓക്കെ സാർ. അതാണ് ആ തെറാപ്പറ്റിക്സിലുള്ള ഒരു അയഡൻ കോമ്പിനേഷൻ സ്പെസിഫിക് ആയിട്ട് ഗ്ലാൻഡിലയിൽ എഫക്ട് ചെയ്യും. അപ്പൊ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഇത് സൂര്യ ഡോക്ടർ ചോദിക്കണേ. സൂര്യ ഡോക്ടർ. ഡോക്ടർ, എനിക്ക് 2 കാര്യങ്ങൾ ഡോക്ടർ. ഒന്ന്, സ്വെല്ലിംഗ് ഒന്നും ഇല്ല നീയില്, പക്ഷെ നീയുടെ മീഡിയൽ സൈഡ് 2 സൈഡ് നീക്കും മീഡിയൽ സൈഡിൽ ഭയങ്കര പെയിൻ. എന്താ ഡോക്ടർ അതിനകത്ത് നീ ജോയിന്റിന്റെ മീഡിയൽ സൈഡിൽ പ്രൊജക്ട് ചെയ്യുന്നിരിക്കുന്ന ബോൺ ഏതാ? ടിബിയ. അപ്പൊ അതിന് നമ്മൾ തെറാപ്പറ്റിക്സ് എങ്ങനെയാണ്? പെരിയോസ്റ്റിയൽ സ്വെല്ലിംഗ് ഓൺ ടിബിയ, ലോങ് ബോൺ. ഓക്കെ. അതിന് കോൺട്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റൈറ്റിസ് എന്ന് പറയും. കോൺട്രോമയാൽജിയ ഒക്കെ വരുന്ന അങ്ങനെയാണ്. അതിന്റെ ഏതെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന ഒരു പാലിയേറ്റീവ് മെഡിസിൻ സ്റ്റില്ലിൻ ചെയ്യായ സിവിയർ പെയിൻ ആണ് ഡോക്ടർ. അത് സിബിലിനും കൊടുക്കും ഡോക്ടർ. സിബിലിനും 10 എക്ലാലേവ സ്റ്റില്ലിൻ ചെയ്യാ. സിഫിലും കൊടുത്തു, എക്ലാലാവ കൊടുത്തില്ല. എക്ലാലേവ കൊടുക്കുക, എക്ലാലേവ സ്റ്റില്ലിൻ ചെയ്യാനും കൂടെ കൊടുക്കുക. സ്റ്റില്ലിന്റെ പൊട്ടൻസി ആണോ ഡോക്ടർ? സ്റ്റില്ലിൻ ടിഞ്ചർ. ടിഞ്ചർ. ഓക്കെ ഡോക്ടർ. ഇനി ഒരാഴ്ച കൊടുക്കും ഡോക്ടർ. ഒരാഴ്ച കൊടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കും. വേണമെങ്കിൽ സിംപൈറ്റം പൊട്ടൻസി 30 ഒരു 5 ഡ്രോപ്സ് ഇട്ട് 10 പിടി ഉണ്ടാക്കിയിട്ട് ചോയ്സ് ഡെയിലി കൂടെ കൊടുക്കും. പ്രശ്നം തീരും. ഓക്കെ ഡോക്ടർ. ഇനി ഒന്നും കൂടെ ഡോക്ടർ. തമ്പിലും കാലിന്റെ എല്ലാ വിരലുകളിൽ എല്ലാത്തിലും സിവിയർ ബേണിംഗ്, പുകച്ചിലാണ്. പെയിൻ ഇല്ല, പക്ഷെ പുകച്ചിലാണ്. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവരുടെ തെർമൽ പഠിക്കുന്നു. തെർമൽ എന്ന് പറഞ്ഞാൽ അവര് പുതയ്ക്കാതെ കിടക്കും, തണുത്ത വെള്ളത്തിൽ കുളിക്കും, പുതച്ചു മൂടി കിടക്കും, ചൂട് വെള്ളത്തിൽ കുളിക്കും. ഫാനിടുവോ? ഫാൻ ഇടും, തണുത്ത ആഹാരം കഴിക്കും. കണ്ടോ? അപ്പം അവർക്ക് ചില്ലി പ്ലസ് ഫാൻ പ്ലസ് കോൾഡ്. നമ്മുടെ ഒരു സൈലീഷ്യ ആണ് അതിന്റെ ഒരു ബേസിക് മെഡിസിൻ. ക്ലോറിക് ആസിഡ് 2ാമത്. പിന്നെ ഈ ബേണിങ് നമ്മൾ എങ്ങനെ ക്വാളിഫൈ ചെയ്യും? ബേണിങ് ഗെറ്ററി ബൈ കോൾഡ് വാഷ് ആണോ ഹോട്ട് വാഷ് ആണോ നോക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോ ആശ്വാസമാണെങ്കിൽ അവിടെ സൾഫർ ഔട്ടാ. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോ അവർക്ക് ബോഡിക്ക് ആശ്വാസമാണ്, പക്ഷെ ബേണിംഗ് ഒന്നും കുറയുന്നില്ല. അപ്പോഴും ബേണിംഗ് കുറയാൻ അവർ ഫാനിടുവോ, കവർ ചെയ്യുവോ? കാര്യം തടവത്തേ ഉള്ളൂ. ആഴ്സനിക്ക 30 ഫ്രിക്കൻ ഡോസ് ആയിട്ട് കൊടുക്കും.
ഓക്കെ 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 പിന്നെ ഡോക്ടർ. അവിടെ ഒരു വാസ്കുലാരിറ്റി കൂടാന് ആ കാർബോണിയം സ്വല്പം കൂടെ കൊടുത്ത് 32. അപ്പം നമ്മളെ ഈ വീനസ് ആർട്ടീരിയൽ ബ്ലഡ് സപ്ലൈയുടെ pH ഇക്വലിബ്രിയവും കറക്റ്റ് ചെയ്യാൻ ബ്രെയിൻ ട്യൂമറിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് കാർബോണിയം സൾഫ്. അപ്പൊ കാർബോണിയം സൾഫിനുള്ള ഒരു സിംറ്റം ബേണിങ് വിത്ത് അനസ്തേഷ്യ എന്ന് വെച്ചാല് ബേണിങ് വന്ന് കുറച്ച് കഴിയുമ്പം അനസ്തറ്റിക്ക തൊട്ടാ അറിയാതെ വരും. ഓക്കെ. അപ്പം അത് നമ്മൾ കറക്റ്റ് ഇത് കൊണ്ടാണ് ഒന്ന് ഇസ്കീമിയ വരുന്നോണ്ടാ. ഇസ്കീമിയ കറക്റ്റ് ചെയ്യാൻ ഏതിന്റെ കൂടെ നമുക്ക് അവിടെ ആ ഒരു പ്രോസസ് ഉണ്ടോ നമുക്ക് കാർബോണിയം സൾഫ് കൊടുക്കാം. ഓക്കെ ഓക്കെ ഡോക്ടർ. ഡോക്ടർ ഇനി അടുത്ത് ഷാജി ഡോക്ടർ. താങ്ക് യു. ഷാജി ഡോക്ടർ താങ്ക് യു. ഡോക്ടറോട് ചോദിച്ചിട്ട് ഷാജി ഹലോ ഡോക്ടർ ഹലോ ഡോക്ടർ ഡോക്ടർ. സാറിന് ഒരു നന്ദിയും കൂടെ പറയണേ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട്. ഹലോ ഡോക്ടറെ. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു ലങ് ക്യാൻസർ ആയിരുന്നു. ഒരു 10 വർഷമായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കാലികാർബ് ഒക്കെ കൊടുത്തു വിട്ടുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ആണെങ്കിൽ ഒരു നടുവിന് വേദനയായിട്ട് ഇരുന്നേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെ ഒരു CT സ്കാൻ എടുക്കാൻ നോക്കിയിട്ട് പോലും വലിയ പാട്. കാര്യം കിടക്കാൻ അവർക്ക് ഒട്ടും പറ്റുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് എടുത്തതാണ്, പക്ഷെ അതിന് കുറെ ഡീജനറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കേസിൽ മെറ്റാസ്റ്റാസിസ് ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതിൽ എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും? മെറ്റ് തന്നെ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് അറിയേണ്ടതേ ഇരുന്ന് ഒരു പകലും ഇരുന്നാണോ ഉറങ്ങുന്നത്? പകലും ഇരുന്നേ ഉറങ്ങുന്നുള്ളൂ. പക്ഷെ അവരുടെ ഇപ്പൊ ഹെഗ്ലാലാവൊക്കെ കൊടുത്തപ്പോ കുറച്ച് ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ട് കുറച്ച്. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ട് 1-2 വർഷമായിട്ട് ഇരുന്നാണ് ഉറങ്ങുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. കിടക്കാൻ പറ്റത്തില്ല. കിടക്കാൻ പറ്റില്ല. സിറ്റിംഗ് ബാക്കിയുള്ള എല്ലാ അഗ്രവേഷൻ അല്ലേ? അതെ. ഹെഗ്ലാലാവ കൊടുത്തപ്പോ കുറച്ച് കുറവുണ്ട്. അത് സ്റ്റില്ലിങ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരിപ്പോ മെയിനായിട്ട് ചുമയാണ്. ഇപ്പോഴ് ചുമയൊക്കെ മാറിയിരുന്നതാണ്. ഒരു 10 വർഷമായിട്ട് നമ്മൾ മരുന്ന് തന്നെ കഴിച്ചു. അവരിയ്ക്കുന്നത് ചുമക്ക് റിലീഫിന് വേണ്ടിയിട്ടാണ്, നടുവേദനയ്ക്ക് റിലീഫിന് വേണ്ടിയിട്ടാണ്? അത് ഇരിക്കുന്ന നടുവേദന കൊണ്ട് അവർക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരിക്കുന്നേ, ചുമയുടെ അല്ല. നടുവേദന കൊണ്ട് ഇരിക്കുമ്പം റിലീഫ്? അതെ, അവർ കിടക്കാനേ പറ്റില്ല എന്നുള്ളതാണ് ഈ വേദന കാരണം. ചുമയല്ല, ചുമ കുറവുണ്ട്, അതൊക്കെ കുറവുണ്ട്. അതിന് നമുക്ക് എന്റെ നമ്പർ ഒന്ന് എഴുതിയിട്ടോ ഡോക്ടറെ. 9447347466. 94473466. ഓ ശരി സാർ. ഡോക്ടർ നാളെ ഒരു 12 മണിയാകുമ്പോ എന്നെ വിളിച്ചാലേ വിളിക്കാം. ഞാൻ റെഫറൈസ് ചെയ്ത് തരാം. കാര്യം അതൊരു നല്ല സിംറ്റമാണ്. അതെ. അടുത്തത് അനിൽകുമാർ ഡോക്ടറാണ്. നമസ്കാരം സാർ. ഈ സാർ ഇപ്പൊ പറഞ്ഞല്ലേ അരേനിയ ലോക്സിഗോ. അത് ഞാൻ ഈ നമ്മുടെ സെന്റ് ജോർജിന്റെ കാർഡിനെ കൊടുത്തിട്ട് അതിനകത്ത് ഇല്ല സാർ. ലോക്സിബോ എന്ന് നമ്മൾ പറയുമെങ്കിൽ അതിനൊരു സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് സാറേ. അതിന്റെ തെറാപ്പിസ്റ്റ് പറയുന്നുണ്ട് സഡൻ ക്രാക്ക് വിത്ത് ബാക്ക് പെയിൻ കനോട്ട് മൂവ്. ശരി. മാജിക് മെഡിസിൻ എന്നാ പറയുന്നത്. ശരി. അത് 12-30-200 ഒണ്ണം സെന്റ് ജോർജിൽ അവൈലബിൾ ആണ്. അതെ, അത് വാങ്ങിയാൽ മതി. ശരി. ഓക്കെ സാർ, താങ്ക് യു. ഷാജി ഡോക്ടറെ നന്ദി പറയണേ. ഹലോ. IFPHന്റെ സെമിനാറിന്റെ നമ്പർ ഓർക്കുന്നില്ല. ഈ നമ്പറില് സാറിന്റെ നല്ലൊരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നല്ല ഇതാണ് ഒരു ക്ലാസ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ കൂടെ കുറച്ചുകൂടെ ക്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ IFPHന്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും സാറിന്റെ ക്ലാസ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി ഡോക്ടറെ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സാറേ, ഇത് പിന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങ് എടുത്താണെങ്കിൽ കുറെ കൂടെ ക്വസ്റ്റ്യൻസ് ഓരോരുത്തർക്ക് ചോദിക്കാൻ കാണുമായിരിക്കും. ഇത്രയും സമയം കുറവായത് കൊണ്ട്. അപ്പൊ കുറച്ച് മെഡിസിനോട് ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ, അതും കൂടെ ഒരു ദിവസം ക്ലാസ് എടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഇത്രയും നല്ലൊരു സാറ് ഇന്ന് കുറെ കാലം കൂടി 100 കടന്നു 104 പേരുണ്ടായി.
സാറേ ആ, സാറേ ഇതിനുള്ളിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളു. എങ്കിൽ ഏതായാലും ഇത്രയും ആൾക്കാർ ആകാംക്ഷയോടെ സാറിന്റെ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുകയാണ്. ബാക്കി ക്ലാസ്സും കൂടെ ഈ വിഷയത്തിൽ തന്നെ വീണ്ടും ഞങ്ങൾക്ക് വിവരിച്ചു തരണം. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതുപോലെ ഈ സൂമിൽ പങ്കെടുത്ത് ഇത്രയും വൈകിട്ടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ 1396 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night.